തിരുത്താതെ പോയ അവസ്ഥയാണ്. ഞാൻ നിങ്ങളെ സാമൂഹ്യ 2-ാം പുസ്തകം 11-ാം അധ്യായത്തിലേക്കൊന്ന് ക്ഷണിക്കുകയാണ്. ഞാനത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് വായിക്കാം. ദാവീദ് രാജാവ് എല്ലാ രാജാക്കന്മാരും യുദ്ധത്തിന് പോകേണ്ട വസന്തകാലമായപ്പോൾ യുദ്ധത്തിന് പോകാതെ കൊട്ടാരത്തിൽ തന്നെ താമസിച്ചു. ഒരു ദിവസം സായാഹ്നത്തിൽ അവന് കിടക്ക വിട്ട് എഴുന്നേറ്റ് കൊട്ടാരത്തിന്റെ മട്ടുപ്പാടുകൾ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത കുളിക്കടവിൽ കുളിച്ചുകൊണ്ടിരുന്ന സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു. അവൾ ആരെന്ന് അന്വേഷിച്ചപ്പോൾ തന്റെ കൃത്യത്തിൽ ഒരുവനായ വിജാതീയനായ ഹിത്യനായ ഊറിയായുടെ ഭാര്യ ബത്ശബയാണ് അവളെന്ന് അറിഞ്ഞു. അവളെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. കുറച്ചു ദിനങ്ങൾ കഴിഞ്ഞ് അവൾ അറിയിച്ചു അവൾ ഗർഭിണിയാണ്, ഭർത്താവ് തൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല. സൂത്രശാലിയായ അങ്ങേയറ്റം തൃഷ്ണാശാലിയും മിടുക്കനുമായിരുന്നവനും അബ്രാഹത്തിന് ദൈവം കൊടുത്ത വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരനുമായ ദാവീദ്, ഞാൻ ഒന്നോട് ആവർത്തിക്കുകയാണ്, അബ്രാഹത്തോട് പറഞ്ഞു, നിനക്കും നിന്റെ സന്തതി പരമ്പരകൾക്ക് കാനാൻ ദേശം മുഴുവനും ഞാൻ നൽകും. ഈ വാഗ്ദാനം അബ്രാഹത്തിന്റെ കാലത്തോ ഇസഹാക്കിന്റെ കാലത്തോ യാക്കോബിന്റെ കാലത്തോ നടന്നില്ല. പിന്നീട് ജോഷുവയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശം ഇവര് പിടിച്ചെടുക്കിയ കാലത്ത് കിട്ടിയില്ല. പിന്നീട് 175 വർഷക്കാരൻ അയാധവന്മാരുടെ കാലത്ത് കിട്ടിയില്ല. സാവൂൾ രാജാവിന്റെ കാലത്ത് കിട്ടിയില്ല. ദാവീദ് രാജാവിന്റെ കാലത്താണ് കാനാൻ ദേശം മുഴുവനും കേരളത്തിന് 3 വലുപ്പമുള്ളൂ. കനാന്യർ വസിച്ചത് കൊണ്ടാണ് കാനാൻ ദേശം എന്ന പേര് പറയുന്നത്. ഈ കാനാൻ നാട് ദൈവം ഇവർക്ക് കൊടുത്ത ഒരു പ്രത്യേക ദൗത്യ നിർവഹണത്തിന് വേണ്ടിയായിരുന്നു. നിങ്ങളെ ഈ ഗൾഫിലേക്ക് വിട്ടത് ഒരു ദൗത്യ നിർവഹണത്തിനാണ്. യൂറോപ്പിലേക്ക്, കാനഡയ്ക്കും അമേരിക്കയും അങ്ങനെ സാമ്പത്തിക സുസ്ഥിതിയുള്ള രാജ്യങ്ങളിലേക്ക് കേരളത്തിൽ ഭാരതത്തിൽ കിട്ടുന്നതിനേക്കാൾ ഉപരിയായ വരുമാനമുള്ള ജോലി കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ അയച്ചത് ഒരു പ്രത്യേകമായ ദൗത്യ നിർവഹണത്തോടുകൂടിയാണ്, ഒരു ദൗത്യത്തോടുകൂടിയാണ്, ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ദൈവം ഇട്ടിരിക്കുന്നത്. അപ്പോൾ കാനാൻ ദേശം, അതിനെക്കുറിച്ച് നമ്മൾ സമയം കിട്ടിയാൽ ഞാൻ പിന്നീട് പറഞ്ഞുകൊള്ളാം. ഇപ്പോൾ പറയട്ടെ, ഈ കാനാൻ ദേശം മുഴുവനും പിടിച്ചടക്കി, പ്രത്യേകിച്ച് ഫിലിസ്തീർ എന്ന് പറയുന്ന ക്രൂരരായ ഒരു കൂട്ടര് ഇവരെ ആക്രമിക്കുക വരുന്നത്. ഈ ഫിലിസ്തീർ കാനാൻ ദേശം പിടിച്ചടക്കുന്ന കാലം മുതലാണ് പലസ്തീന എന്ന ഈ നാടിന് പേര് വന്നത്. ഈ നാടിന് ഇസ്രായേൽ എന്ന പേര് വരുന്നത് യാക്കോബിൽ നിന്നാണ്. അതിനു മുമ്പ് ഇത് കാനാൻ ദേശമല്ല. കാരണം ജബൂസിൽ, ബെനിസില്, അമോന്യര്, എദോമില്, സിദോന്യര്, ഹിത്യര്, അങ്ങനെ 7 വംശങ്ങളിൽപ്പെട്ട കനാന്യര് വസിച്ച നാട്. അതിൽ പ്രബലരായ ഒരു ഗോത്രമായിരുന്നു കനാന്യര് അല്ലെങ്കിൽ കാനാൻ ദേശവാസികൾ. അതുകൊണ്ട് ആ നാടിന് കാനാൻ ദേശം എന്ന് പേര് വന്നു. ആ നാട് മുഴുവനും പിടിച്ചടക്കാൻ ഇസ്രായേൽ ജനത്തിന് ദൗത്യം ദൈവം കൊടുത്തതിന് പ്രത്യേക കാരണത്താലാണ് എന്ന് ഇപ്പം ഞാൻ പറയുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോയ ഈ ജനതയുടെ 2ാമത്തെ രാജാവായ ദാവീദിന്റെ അധപതനത്തിന്റെ അടിസ്ഥാന കാരണത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. എല്ലാ രാജാക്കന്മാർ യുദ്ധത്തിന് പോകേണ്ട വസന്തകാലത്ത് ദാവീദ് രാജാവ് യുദ്ധത്തിന് പോകാതെ കൊട്ടാരത്തിൽ തന്നെ താമസിച്ചു. ഒരു ദിവസം അവൻ സായാഹ്നത്തിൽ കിടക്ക വിട്ട് എഴുന്നേറ്റ് കൊട്ടാരത്തിന് മട്ടുപ്പാട് ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുളിക്കടവിൽ കുളിച്ചുകൊണ്ടിരുന്ന സ്ത്രീയെ കണ്ടു. അവൾ ആരെന്ന് അന്വേഷിച്ചപ്പോൾ ഹിത്യനായ ഊറിയായുടെ ഭാര്യ ബത്ശബയാണെന്ന് പറഞ്ഞ് അവളെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. കാരണം എന്താ? തന്റെ സേവകൻ ഒരുവനാണ് ഹിത്യനായ ഊറിയ, വിജാതീയനാണ്, യഹൂദനല്ല. അപ്പോൾ അവളെ എന്തെങ്കിലും ചെയ്താൽ ചോദ്യം ചെയ്യാൻ ആരുമില്ല, രാജാവല്ലേ. അതുകൊണ്ട് അവളുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു. അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ സൂത്രശാലിയായ ഈ ദാവീദ് രാജാവ് അങ്ങേയറ്റത്തെ ഹീനമായ നീചമായ ഒരു പ്രവൃത്തി ചെയ്തു. അവളുടെ ഭർത്താവായ ഹിത്യനായ ഊറിയായെ യുദ്ധപരിണിതൻ വിളിച്ചു വരുത്തി. അപ്പോൾ പറഞ്ഞു, നീ യുദ്ധം ചെയ്ത് മടുത്തിരിക്കുകയല്ലേ, നീ വീട്ടിൽ പോയി വിശ്രമിച്ചു. പക്ഷേ അവൻ കൊട്ടാരത്തിന്റെ പടിപ്പുര ഭാഗത്ത് വിരിപ്പ് തെച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാജാവ് തന്റെ തന്ത്രം ഫലിക്കുന്നില്ല, ഇവന്റെ ഭാര്യയുടെ ഉദരത്തിലുള്ള ശിശു ഇവന്റേതാണെന്ന് വരുത്താനുള്ള തന്ത്രം ഫലിക്കുന്നെന്ന് കണ്ടപ്പോൾ അവന് നീ എന്താ പോകാത്തതെന്ന് ചോദിച്ചു. ഊറിയായുടെ വാക്കിൽ നിന്നുന്ന ആ മൊഴികൾ മാനുഷിക വചനങ്ങളായിരുന്നില്ല, ദൈവത്തിന്റെ തിരുവെളിപാടുകളുടെ ഒരു പരമ്പരയായിരുന്നു. നമ്മുടെ സൈന്യം മുഴുവൻ വെളിപ്രദേശത്ത് താവളം പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ രാജ്യം അപകടാവസ്ഥയിലാണ്.
വാഗ്ദാന പേടകവും അവരോടൊപ്പം ഉണ്ട്. അന്നത്തെ കാലത്ത് വാഗ്ദാന പേടകം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ സക്രാരിയും പരിശുദ്ധ കുർബാന ഇപ്പില്ലേ, ആ പരിശുദ്ധ കുർബാന വെച്ചിരിക്കുന്ന സക്രാരിയില്ലേ, അതിന് സമാനമായ അന്നത്തെ യേശുവിന്റെ തിരുസാന്നിധ്യമായിരുന്നു ഈ വാഗ്ദാന പേടകം. 2.5 മുഴ നീളം, 1.5 മുഴ ഉയരം, ഒരു 1.5 മുഴ വീതിയുള്ള കരുവേല മരം കൊണ്ടുണ്ടാക്കിയ ഒരു പെട്ടി. അത് മുഴുവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. അതിന്റെ മുകളിൽ കൃപാസനം എന്ന് പറഞ്ഞ് 2 മാലാഖമാരിങ്ങനെ ചിറക് വിരിച്ചു നിൽക്കും. അവിടെയാണ് ദൈവത്തിന് ഇരിപ്പിടമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഈ വാഗ്ദാന പേടകം സമാഗമ കൂടാരത്തിലാണ് ദാവീദിന് ശേഷം വന്ന മകനായ സോളമൻ ജെറൂസലേം ദേവാലയം പണി കഴിപ്പിക്കുന്നതിന് മുൻപ് സൂക്ഷിച്ചിരുന്നത്. അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഹെബ്രായരുടെ ലേഖനം 9-ാം അധ്യായത്തിന്റെ 4-ാം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയെന്ന് കേട്ടോ? മോശയ്ക്ക് സീനായി മലയിൽ വെച്ച് ദൈവം വിരൽ കൊണ്ട് എഴുതി കൊടുത്ത 10 കൽപ്പനകൾ എഴുതിയിരിക്കുന്ന 2 കൽപ്പലകകൾ. ആദ്യത്തെ ഒരു കൽപ്പലകയിൽ 3 കൽപ്പനകൾ, ആദ്യത്തെ 3 കൽപ്പനകൾ. രണ്ടാമത്തെ കൽപ്പലകയിൽ 7 കൽപ്പനകൾ. അതായത് വചനം ലിഖിതമായിരിക്കുന്ന ആ കൽപ്പലകകൾ, അതായത് വചനഫലകങ്ങൾ. ആരാണ് ഈ വചനം? യോഹന്നാൻ 1:1 കാണുന്നുണ്ട്, യേശുവാണ് ആ വചനം. അപ്പൊ യേശു ആകുന്ന വചനത്തിന്റെ പഴയ നിയമ ജനതയ്ക്ക് ദൈവം കൊടുത്ത അടയാളവും സമ്മാനമായിരുന്നു ഈ വാഗ്ദാന പേടകത്തിലെ 2 കൽപ്പലകകളും. 2 അഹരോന്റെ തളുത്ത വടി. അഹരോന്റെ പൗരോഹിത്യത്തെ ലേവി പുരോഹിതഗണം ചോദ്യം ചെയ്തപ്പോൾ ദൈവം അഹരോന്റെ പൗരോഹിത്യം നിങ്ങളുടെ പൗരോഹിത്യക്കെല്ലാം സമുന്നതമാണെന്ന് കാണിക്കാൻ വേണ്ടി ഓരോരുത്തരും ഓരോ ഗോത്രത്തിന് വടി കൊണ്ട് ഇവിടെ വെക്കാൻ പറഞ്ഞു. 12 ഗോത്രങ്ങളുടെ വടിയിൽ ലേവി ഗോത്രത്തിന്റെ വടി അഹരോന്റെ വടിയായിരുന്നു. പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഈ അഹരോന്റെ വടി പൂത്ത് തളുത്ത് ബദാമട വെല്ലു നിൽക്കുന്നു. ഈ ബദാമട വെല്ലു നിൽക്കുന്ന തളുത്ത വടിയുടെ സിംബോളിസം എന്താണ്? യേശു ആകുന്ന നിത്യ പുരോഹിതന്റെ നിഴൽ പൗരോഹിത്യം മാത്രമേ അഹരോനുള്ളൂ. അഹരോന്റെ പൂത്ത് തളുത്ത വടി അവനിലുള്ള പൗരോഹിത്യത്തിന്റെ ശോഭ കാണിക്കുന്നതാണെങ്കിൽ, മഹത്വം കാണിക്കുന്നതാണെങ്കിൽ, അതിൻ്റെയൊക്കെ കാരണമായ നിദാനമായ അടിസ്ഥാനമായ നിത്യപുരോഹിതനായ യേശുവിനാണ് പൗരോഹിത്യം പൂത്തെടുത്ത് നിൽക്കുന്നത്. അതിന്റെ സിംബോളിസമായ ആ വടി വാഗ്ദാന പേടകത്തിന് മുമ്പിൽ വെച്ചേക്കാൻ പറഞ്ഞു. ഇവർ മരുഭൂമിയുടെ 40 സംവത്സരം അലഞ്ഞു നടന്നിരുന്ന കാലത്ത് ഇവർക്ക് ഭക്ഷിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് മന്ന വേവിച്ചു കൊടുത്തു. അതിൽ ഒരു ഓമർ മന്ന ഇന്ന് കളക്ട് ചെയ്യുന്ന മന്ന, ഇന്ന് രാവിലെ രാത്രി കടന്നുറങ്ങി കഴിയുമ്പോൾ ഈ മണപ്പരപ്പിൽ വീഴുന്ന മന്ന പെറുക്കി എടുത്ത് ശേഖരിച്ച് തിരികലിൽ പൊടിച്ചോ അല്ലെങ്കിൽ അരച്ചോ തേൻ ചേർത്ത അല്ലെങ്കിൽ അത് ചുട്ട് അപ്പമാക്കി ഭക്ഷിക്കും. എന്നാൽ ഇന്ന് കളക്ട് ചെയ്യുന്ന ഈ മന്ന നാളത്തേക്ക് വെക്കാൻ പറ്റില്ല, നാളെ ഇത് പുഴുവരിച്ചു പോകും. പക്ഷേ ഈ ഒരോമർ എന്ന് പറഞ്ഞ 4.5 ലിറ്റർ ഈ ഒരോമർ മന്ന ഒരു ഒരു ചെറിയ പാത്രത്തിൽ, അത് 4.5 ലിറ്റർ ഉണ്ട് ഒരു ഓമർ, അത് സ്വർണ്ണം കൊണ്ട് പൊതിഞ്ഞ ഒരു സ്വർണ്ണ പാത്രത്തിൽ അത് ശേഖരിച്ചു. ഇസ്രായേൽക്കാർ കാനാൻ ദേശത്തെത്തി. ഈ ജെറൂസലേം ദേവാലയം സോളമന്റെ കാലത്ത് പണി കഴിപ്പിച്ച കാലത്ത് വാഗ്ദാന പേടകത്തിന്റെ അകത്ത് ഈ സാധനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം മോശയോട് പറഞ്ഞു, വരും തലമുറകള് മരുഭൂമിയിൽ വെച്ച് പിതാക്കന്മാര് ജീവിച്ചത് ഞാൻ പേയിച്ചു കൊടുത്ത മന്ന കൊണ്ടാണെന്ന് അറിയേണ്ടതിനായി, അവരിന് പ്രബോധനം നൽകേണ്ടതിനായി ഓരോമർ മന്ന ശേഖരിച്ച് വാഗ്ദാന പേടകത്തിൽ വെച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ വാഗ്ദാന പേടകത്തിൽ ഉണ്ടായിരുന്ന ജീവന്റെ മന്നയായ യേശുവിന്റെ അടയാളമായ ഓരോമർ മന്ന, നിത്യപുരോഹിതന്റെ യേശുവിന്റെ അടയാളമായ തളർത്ത വടി, വചനമാകുന്ന യേശുവിന്റെ തിരുവചനം, ഇതൊക്കെ വെച്ചിരിക്കുന്ന ആ വാഗ്ദാന പേടകം. ഈ വാഗ്ദാന പേടകം രാജാക്കളുടെ യുദ്ധത്തിന് പോകുമ്പോൾ അവരുടെ കൂടെ കൊണ്ടുപോകും. ലേവ്യ പുരോഹിതന്മാരെ വഹിക്കും, പ്രത്യേക നിയോഗിതരായവര്. കാരണം അവരോടുകൂടെ കർത്താവ് നീങ്ങുന്നു എന്നുള്ളതിന്റെ അടയാളമാണ്. 2000 വർഷം മുമ്പ് മനുഷ്യാവതാരം ചെയ്ത യേശുവിന്റെ അന്നത്തെ തിരുസാന്നിധ്യമായിരുന്നു അത്. ആദ്യ ഏതൻ തോട്ടത്തിൽ അത് ജീവന്റെ വൃക്ഷമായിരുന്നെങ്കിൽ പിന്നീട് അത് വാഗ്ദാന പേടകമായിരുന്നു. ആ വാഗ്ദാന പേടകം ഒരു പെട്ടിയാണല്ലോ, അത് പിന്നീട് സജീവ ദൈവത്വത്തിന്റെ ലോകത്തിൽ വന്നപ്പോൾ ആ വാഗ്ദാന പേടകം ഒരു മനുഷ്യ വ്യക്തിയായിട്ട് മറിയം. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാന പേടകം യുദ്ധമനയിൽ ഉണ്ടെങ്കിൽ അവന് ജയിക്കും. പക്ഷേ രാജാവ് അവരുടെ കൂടെ പോകണം. എങ്കില് വാഗ്ദാന പേടകത്തിന് ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കാൻ പറ്റുള്ളൂ. പക്ഷേ അവൻ
വാഗ്ദാന പേടകമൊക്കെ അവിടെ ഉള്ളപ്പോൾ സൈന്യം മുഴുവൻ വെളിപ്പെടുന്നത് സാവളം അടിച്ചിരിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും അപകടം യുദ്ധമുണ്ടാകുമെങ്കിലും ഇവൻ കൊട്ടാരത്തിന്റെ സുഖശീതലമേൽ കഴിഞ്ഞപ്പോൾ ഊറിയ പറയുന്നു, നമ്മുടെ സൈന്യവും ജനവും രാജ്യവും അപകടത്തിലായിരിക്കുമ്പോൾ വാഗ്ദാന പേടകം സ്ഥിതിയിൽ അല്ലെങ്കിൽ എനിക്കെങ്ങനെ എന്റെ വീട്ടിൽ പോയി തിന്നുകുടിച്ച് ഭാര്യമായി ലഭിക്കാൻ സാധിക്കും? അങ്ങനെ എനിക്കത് സാധ്യമാവില്ല. ഞാൻ ഓർക്കുകയാണ്, ഞാനിത് ധ്യാനപൂർവം ഈ വചനഭാഗം വായിച്ചപ്പോൾ ഞാൻ കരഞ്ഞുപോയി. കരയാൻ കാരണം എന്നെ പോലുള്ള പുരോഹിതന്മാരും എന്റെ മേൽപ്പട്ടക്കാരൻ മെത്രാന്മാരും സഭയുടെ തലവനായ മാർപ്പാപ്പായും ദൈവരാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കുന്ന സിസ്റ്റേഴ്സും ദൈവരാജ്യത്തിലെ വിശുദ്ധ സഭാംഗങ്ങളായ അൽമായരും എന്നും ഓർത്തിരിക്കേണ്ട ഒരു തിരുവചനമല്ല ഇത്. എത്ര ആഴത്തിലുള്ള സന്ദേശമാണ് ഊറിയ അന്ന് പറഞ്ഞത്. എനിക്ക് എന്റെ ജഡത്തിന്റെ സുഖാസ്വാദനത്തിന്, കുടുംബജീവിതത്തിന്റെ സുഖാസ്വാദനത്തിന് അല്ല പ്രാധാന്യം, എന്റെ ദൈവമായ കർത്താവിന്റെ ഈ സജീവ സാന്നിധ്യമുള്ള വാഗ്ദാന പേടക സുരക്ഷിതത്വത്തിന് വേണ്ടി, രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി, സൈന്യത്തിന് അപകടം വരാതിരിക്കാൻ വേണ്ടി ഞാൻ അവരുടെ കൂടെ ആയിരുന്നോളാം, എനിക്ക് എന്റെ ഭാര്യയുടെ കൂടെ പോകണ്ട എന്ന് പറയുന്ന വിശുദ്ധനായ ഊറിയായുടെ വചനങ്ങളിൽ വന്ന ആ തിരുമൊഴികൾ കേട്ടിട്ടെങ്കിലും ഈ കഠിന ഹൃദയനായ ജഡിക ദുർവാസനയിൽ വീണുപോയവന് ഒന്ന് മാനസാന്തരപ്പെടാമായിരുന്നല്ലോ. പക്ഷേ അവൻ പറഞ്ഞു സാരമില്ല. അന്ന് അവന് ഒത്തിരി വീഞ്ഞു കൊടുത്ത് മതിപ്പിച്ച് ബോധം കെടുത്ത് വീട്ടിൽ പറഞ്ഞുകൊണ്ട് അന്നും അവൻ പോയില്ല. അപ്പോൾ രാജാവിന്റെ ഹൃദയം കഠിനമായി, ഫറവോയുടെ ഹൃദയം പണ്ട് കഠിനമായതുപോലെ കഠിനമായി. അവൻ ഒരു കുർബാന കൊടുത്തു വിട്ടോ അവന്റെ കയ്യില്. അതിൽ എന്ത് എഴുതിയെന്ന് വായിക്കാൻ അനുവാദമില്ലാത്തതുകൊണ്ട് അവൻ അറിഞ്ഞില്ല. യോവാബ് എന്ന സൈന്യാധിപനോട് പറഞ്ഞവനെ അവരുടെ സ്ഥലത്ത് നിർത്തി ശത്രുക്കളെ ബാധിക്കപ്പെടട്ടെ. രാജകൽപ്പന, കല്ലേപ്പിളർക്കുന്ന രാജകൽപ്പന, അത് ഇതാ യോവാബ് അനുസരിച്ചു. അവൻ ബാധിക്കപ്പെട്ടു. അവന്റെ ഭാര്യ വിധവയായതുകൊണ്ട് കരുണാലുവായ രാജാവിനെ തെളിയിക്കാൻ വേണ്ടി അവളെ ഭാര്യയായി സ്വീകരിച്ചു. നിങ്ങൾക്കറിയാമോ, ഈ ബത്ശബയിൽ ഇവനുണ്ടായ മകനാണ് സോളമൻ. അവൻ വിജ്ഞാനി ആയിരുന്നിട്ട് പോലും, ജ്ഞാനസമ്പന്നനായിരുന്നിട്ട് പോലും അവനെ കുറിച്ചുള്ള ദുരന്തങ്ങൾ വായിക്കുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിന്റെ 11-ാം അധ്യായത്തിലാണ്. സാമൂവേൽ 2-ാം പുസ്തകം 11-ാം അധ്യായത്തിലാണ് ദാവീദിന്റെ പാപം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാം അധ്യായത്തിലാണ് സോളമന്റെ പാപം. സോളമൻ രാജാവ് അനേകം വിദേശ വനിതകളെ, വിജാതീയ സ്ത്രീകളെ ഭാര്യമാരെ സ്വീകരിച്ചു. ഫറവോയുടെ മകള്, മുവാബിര്, അമോന്യര്, എദോമ്യര്, സിദോന്യർ, ഹിത്യർ എന്നീ അന്യവംശങ്ങളിൽപ്പെട്ട സ്ത്രീകളെ അവൻ ഭാര്യമാരെ സ്വീകരിച്ചു. അവൻ 700 ഭാര്യമാരും 300 ഉപകാരികൾ ഉണ്ടായിരുന്നു. സോളമന് വാർദ്ധക്യമായപ്പോൾ അവന്റെ ഹൃദയത്തെ ഈ സ്ത്രീകൾ അന്യദേവന്മാർക്ക് വശീകരിച്ചു കളഞ്ഞു. അവൻ സകല വിജാതീയ ദേവന്മാർക്ക്, ദൈവന്മാർക്ക് പൂജാഗിരികൾ നിർമ്മിച്ച് അത് ബലിയർപ്പിച്ചു. 2 തവണ പ്രത്യക്ഷനാവുകയും ജ്ഞാനം കൊണ്ട് നിറയ്ക്കുകയും ചെയ്ത ദൈവത്തോട് ഇവൻ മറുതലിച്ചതിനാൽ ദൈവകൃപ പിൻവലിച്ചു. പക്ഷെ അവന്റെ അപ്പനോട് ചെയ്ത വാഗ്ദാനം പ്രമാണിച്ച് അവന്റെ കാലത്ത് നടന്നില്ല. അവന്റെ മകനായ റഹോബോവാമിന്റെ കാലത്ത് ദുരന്തം ഉണ്ടായി. BC 931 ദുരന്തം ഉണ്ടായി. റഹോബോവാമിനെ കുറിച്ച് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറഞ്ഞത് വിഡ്ഢിത്തത്തിന്റെ 1-ാമത്തെ വിവേകത്തിന്റെ അവസാനത്തിന്റെ റഹോബോവാം. അവന്റെ ദുർഭരണം കാരണം രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. ഈ രാജ്യമാണ് പ്രിയപ്പെട്ടവരെ പിന്നീട് ബാബിലോൺകാർ വന്ന് പിടിച്ചടക്കി, പിന്നീട് പേർഷ്യക്കാർ പിടിച്ചടക്കി, അസീറിയക്കാർ പിടിച്ചടക്കി, ഗ്രീക്കുകാർ പിടിച്ചടക്കി, അവസാനമായിട്ട് റോമക്കാർ പിടിച്ചടക്കി. ഒരിക്കലും അവരുടെ രാജ്യം പിന്നെ പുനഃസ്ഥാപിക്കപ്പെട്ടില്ല. AD 70 യഹൂദരെ മുഴുവൻ ഉന്മൂലനാശം വരുത്തി. അതിനു മുമ്പ് AD 722 ഇസ്രായേൽ എന്ന് പറയുന്ന 10 ഗോത്രങ്ങൾ, തിഗ്ലാത്ത്-പിലേസർ എന്ന രാജാവ് വന്നിട്ട് മുഴുവൻ തുടച്ച് നീക്കിക്കളഞ്ഞു. പിന്നെ 10 ഗോത്രങ്ങളെ വെച്ച് കേൾക്കാനില്ല. യൂദാ ഗോത്രം മാത്രം ബാക്കി ശേഷിച്ചു. ആ ഗോത്രം നീശമെന്ന് പറഞ്ഞുവെങ്കിലും അവരും അവിശ്വസ്തതയും അനുസരണക്കേടും അഹങ്കാരവും കാണിച്ചത് അവർ തകർക്കപ്പെട്ടു. അവരാണ് ചിതറിക്കപ്പെട്ടത്. പിന്നീട് AD 135 അവർ പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടു. നാടുകൾ ചിതറിക്കപ്പെട്ടു. പിന്നീട് ഒരിക്കലും അവർക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല. 1948 UNO ഇസ്രായേൽ രാജ്യം പുനഃസ്ഥാപിക്കുന്നതിന് മുൻപ് 944 ഇവരുടെ റബ്ബിമാരുടെ സംഘം ഒരുമിച്ച് കൂടി യേശുവിനെ നിരപരാധി ആയിരുന്നിട്ടും മരണശിക്ഷയ്ക്ക് വിട്ടുകൊടുത്ത നമ്മുടെ പൂർവികരുടെ പാപം തെറ്റിപ്പോയി എന്ന് പരസ്യമായി പറഞ്ഞതിന് ശേഷം UNO 13-നെതിരെ 33 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്റെ പ്രമേയം പാസാക്കി ഇസ്രായേൽ രാജ്യം സ്ഥാപിച്ചു കൊടുത്തു.
ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്ന മറ്റൊരു കാര്യമാണ്, എവിടെ നിന്നാണ് ഈ അധപതനത്തിന്റെ ആരംഭം? അന്ന് അവിടെ ദൈവത്തിന് വസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ജെറൂസലേം ദേവാലയം നെബൂഖദ്നേസർ രാജാവ് തകർത്തു കളഞ്ഞ് പിന്നീട് 80 വർഷത്തിനുള്ളിൽ വീണ്ടും അത് പുനഃസ്ഥാപിച്ചു. എസ്രാ നെഹെമ്യയുടെ കാലത്ത് അത് പുനഃസ്ഥാപിക്കപ്പെട്ടു. പക്ഷേ പഴയ ദൈവാലയത്തിന്റെ പ്രൗഢി ഉണ്ടായിരുന്നില്ല. പിന്നീട് മഹാനായ ഹെറോദോസ് രാജാവാണ് 46 വർഷങ്ങളെടുത്ത് BC 19 തുടങ്ങി AD 27 പണി പൂർത്തിയാക്കിയ യേശുവിന്റെ കാലത്തുണ്ടായിരുന്ന ദൈവാലയം. അതാണ് AD 70 റോമാക്കാർ വന്ന് തകർത്ത് തരിപ്പണമാക്കിയത്. അതിന്റെ അവശേഷങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്ന വലിയ കല്ലുകളൊക്കെ. ലോകത്തിലെ അനന്ത മഹാത്ഭുതങ്ങളുണ്ടായിരുന്ന ദൈവാലയം പക്ഷെ എല്ലാം തകർക്കപ്പെട്ടു. കാരണം എന്താ? തുടക്കം എവിടെയാണ്? അബ്രാഹം അത് ചരിത്രമുണ്ട്, നമ്മൾ അങ്ങോട്ട് ഇന്ന് പോകുന്നില്ല. ഇപ്പൊ നമ്മൾ പോകുന്നത് അബ്രാഹം ഈ ദാവീദിന്റെ ഒരു ചെറുപാപം, ലഘുപാപം, അത് മാരക പാപമായി മാറുന്നു. അപ്പൊ ലഘുപാപം എന്ന് പറയുന്നത് കർത്താവിന് മുഖം തിരിക്കലാണ്, പുറംതിരിയലാണ് മാരക പാപം. പ്രിയപ്പെട്ടവരെ, ആ ദാവീദിന് ശേഷം, സോളമന് ശേഷം, റഹോബോവാമിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ആ കാലഘട്ടം. എന്നാൽ അതിനിടയ്ക്ക് ചില രാജാക്കന്മാര്, ജോസിയ ഒരു നല്ല രാജാവായിരുന്നു. ജോസിയ ഒരു മതനവീകരണം നടത്തി. മറ്റൊരു രാജാവാണ് ഹെസക്കിയ. ആ ഹെസക്കിയയെ കുറിച്ച് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിലെ 5 മുതൽ 7 വരെയുള്ള വചനങ്ങളാണ് ഞാൻ കുർബാനയുടെ പ്രാരംഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അത് ഞാനൊന്ന് വായിക്കാം. ഹെസക്കിയ രാജാവ് ദൈവമായ കർത്താവിൽ വിശ്വസിച്ചു. അവൻ കർത്താവിനോട് വിശ്വസ്തത പുലർത്തി. അവൻ കർത്താവിനോട് ഒട്ടിനിന്നു. അവൻ കർത്താവിനെ അനുഗമിച്ചു. മോശ വഴി കർത്താവ് നൽകിയ കൽപ്പനകളെല്ലാം അവൻ പാലിച്ചു. റിസൾട്ട്, അതിനാൽ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവന്റെ ഉദ്യമങ്ങളെല്ലാം വിജയിപ്പിക്കുകയും ചെയ്തു. കിങ് ഹെസക്കിയ, 2 Kings 18:5-7. King Hezekiah believed in the Almighty God. He was faithful to God. He held fast to the Lord, or clung to the Lord. He followed God. He kept all the commandments given by God through Moses. Hence, God was with him, and God gave victory to him in all his undertakings. നമ്മുടെ പരിശ്രമങ്ങളുടെ വിജയത്തിനും അഭിഷേകത്തിനും, നമ്മുടെ അധ്വാനങ്ങൾ ഫലപണിയുന്നതിനും, നമ്മുടെ പ്രാർത്ഥന ഉത്തരം കിട്ടുന്നതിനും എന്ത് ചെയ്യണമെന്ന് ഈ തിരുവചന ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മണിക്കൂറുകൾ എൻ്റെ ധ്യാന വിഷയമാക്കിയ ചില മേഖലകളിൽ ഞാൻ എന്നെ തന്നെ അവലോകനം ചെയ്ത് ആ സ്ഥാനത്ത് നിർത്തി ധ്യാനിച്ചപ്പോൾ, ദൈവമേ, ഞാൻ ദുർഭകനായ മനുഷ്യനാണല്ലോ, ഈ കാര്യത്തിൽ എനിക്ക് എത്രയോ മണ്ടത്തരങ്ങൾ, അബദ്ധങ്ങൾ, വീഴ്ചകൾ പറ്റിയത് ഞാൻ തന്നെ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞല്ലോ, മാർപ്പാപ്പ, മെത്രാന്മാർ, വൈദികര്, സന്യസ്തർ, വിശ്വാസികൾ അടങ്ങുന്ന എല്ലാവർക്കും കുറവുകളുണ്ട്. ലഘുപാപങ്ങളെ അവഗണിച്ചാൽ അത് മാരക പാപങ്ങളായി തീരുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നാൽ ഹെസക്കിയ രാജാവ് ചില ലഘുപാപങ്ങളിലൂടെ ദൈവത്തെ വേദനിപ്പിച്ചെങ്കിലും അവൻ അനുദപിച്ചു. അതുകൊണ്ട് അവൻ സമ്മാനിതനായി, ദീർഘായുസ്സ് കിട്ടി. അവൻ സാവൂൾ തുടങ്ങിയ രാജാക്കന്മാരിൽ ദൈവത്തോടെ ഏറ്റവും അടുത്തു നിന്ന 2 രാജാക്കന്മാരിൽ ഒരാളാണ്. ഒന്ന് ഹെസക്കിയ, മറ്റൊന്ന് ജോസിയ. അയാളെ കുറിച്ച് പറയുന്നത്, അവൻ ദൈവമായ കർത്താവിൽ വിശ്വസിച്ചു. He believed in the Almighty God. ഈ ഒരു വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. അതിനൊപ്പം എഴുന്നേറ്റ് നിന്ന് 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം. ഇരുന്ന് മടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ എഴുന്നേറ്റത്. കണ്ണടച്ച് കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് തലകുനിച്ച് ലഘുപാപങ്ങളെ താലോലിച്ച് കഴിഞ്ഞാൽ
അത് സാരമല്ലെന്ന് കരുതിയാൽ മാരക പാപത്തിന്റെ ചവിട്ടുപടിയായിട്ട് അത് മാറുമെന്ന് ഇപ്പോൾ തമ്പുരാൻ നമ്മളോട് പറഞ്ഞു. മാരക പാപങ്ങളുടെ ഫലമായി എന്ത് സംഭവിക്കുമെന്ന് മറ്റന്നാൾ, നാളെ തിരുനാളായതുകൊണ്ട് ഇങ്ങനെ ഒരു ധ്യാന ശുശ്രൂഷ ഇല്ലാത്തതുകൊണ്ട് മറ്റന്നാൾ നമ്മൾ ധ്യാനിക്കും. പാപത്തിന്റെ ഫലമായി വരുന്ന മഹാദുരന്തങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കും. ഇപ്പോൾ ഒരു കാര്യം അറിയണം. മാരക പാപം ഉണ്ടായാൽ അപ്പോൾ തന്നെ കുമ്പസാരിച്ച പാപവിടുതൽ പ്രാപിക്കണം. ലഘുപാപങ്ങളാണെങ്കിൽ പോലും അപ്പോൾ തന്നെ പശ്ചാത്തപിച്ച് ദൈവത്തോട് നേരിട്ട് സോറി പറഞ്ഞാൽ മതി. മാരകപാപങ്ങളാണെങ്കിൽ അതുപോരാ, ഒരു പുരോഹിതൻ വഴി വേണം തമ്പുരാന്റെ മുമ്പിൽ ഈ പാപങ്ങൾ സമർപ്പിക്കാൻ. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 14-ാം തിരുവചനത്തിൽ ഇങ്ങനെ ഈശോ പറഞ്ഞത്, നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക. Go and show yourselves to the priest. ഇതാണ് കുമ്പസാരം. ഒരു വൈദികന്റെ അടുക്കൽ ഞാൻ പോയി എന്നെ തന്നെ കാണിച്ചു കൊടുക്കുന്നു. സത്യസന്ധമായി ചെയ്യണം, കള്ളത്തരം കാണിക്കരുത്. മാരകപാപങ്ങൾ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ പാപവിടുതൽ പ്രാപിക്കാതെ പാപമോചനം കിട്ടില്ല. അതിന്റെ ദുരന്ത ഫലങ്ങൾ, പാപത്തിന്റെ ദുരന്ത ഫലങ്ങൾ ഞാൻ മറ്റന്നാൾ പറയാം. നാളെ തിരുനാളായതുകൊണ്ട് നാളെ പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ലഘുപാപങ്ങൾ വഴി നമ്മൾ ദൈവത്തെ വേദനിപ്പിക്കുന്നുണ്ട്, ദൈവത്തെ അവഗണിക്കുന്നുണ്ട്. ലഘുപാപങ്ങൾ വഴി ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം അയഞ്ഞു പോകുന്നുണ്ട്. മാരകപാപം വഴി ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നുവെങ്കിൽ, ലഘുപാപം വഴി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അകലം വരുന്നു, അയവ് വരുന്നു. അത് മഹാപരാധത്തിന്റെ ആരംഭമാണ്, മാരകപാപത്തിന്റെ ആരംഭമാണ്, ദൈവമായിട്ടുള്ള ബന്ധം തകർച്ചയുടെ ആരംഭമാണ് ലഘുപാപം. അപ്പൊ എന്ത് ചെയ്യണം? അതിന് കുമ്പസാരക്കൂട്ടിലേക്ക് പോയി കുമ്പസാരിക്കണം എന്നല്ല സഭ പഠിപ്പിക്കുന്നത്. അനുദപിച്ച് അതിനെ ആവർത്തിക്കുന്ന തീരുമാനമെടുത്ത് ദൈവത്തോടൊന്ന് സോറി പറഞ്ഞാൽ മതി. നേരിട്ട് മാരകപാപാണെങ്കിൽ നേരിട്ട് പറഞ്ഞാൽ പല കുമ്പസാരത്തിലൂടെ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ കുമ്പസാരത്തിലൂടെ പാപവിടുതൽ പ്രാപിക്കുന്നില്ലെങ്കിൽ ആ പാപം നമ്മെ വേട്ടയാടും എന്ന് സംഖ്യ 32:23 പറയുന്നുണ്ട്. പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് അറിഞ്ഞുകൊള്ളുക. ലഘുപാപമാകട്ടെ കണ്ണടച്ചേക്കുക, ലഘുപാപമാകട്ടെ അവഗണിച്ചാൽ അത് മാരക പാപത്തിലായിരിക്കും എത്തിക്കുക. നമ്മളെ ലഘുപാപങ്ങൾ, വീര്യൽ സെൻസ് പോലും അനുദപിച്ച് മാപ്പ് പറയണം. അത്രയും കൃപയുടെ കുറവും ദൈവമായിട്ടുള്ള അകലവും മാരക പാപത്തിലുള്ള സാധ്യതയുടെ കൂടുതലുമുണ്ട് അവിടെ. ലഘുപാപം ദൈവമായിട്ടുള്ള അകലം വർദ്ധിപ്പിക്കുന്നു, ബന്ധത്തിന്റെ ഇഴയെടുപ്പ് കുറയ്ക്കുന്നു, ദൈവമായിട്ടുള്ള ഐക്യത്തിന്റെ ആഴമില്ലാതാക്കുന്നു, ദൈവത്തെ വേദനയുണ്ടാക്കുന്നു. അത്രത്തോളം ദൈവകൃപ നമ്മിലേക്ക് വരുന്നത് ബ്ലോക്കാകുന്നു, തടസ്സപ്പെടുന്നു. മാരകപാപമായിട്ട് ദൈവമായിട്ടുള്ള ബന്ധം തകർത്ത് ദൈവകൃപ നമ്മിലേക്കുള്ള ഒഴുക്ക് ഇനി ഇല്ലാതായിട്ട് പകരം പിശാചിന്റെ സാന്നിധ്യവും സ്വാധീനവും ബന്ധനവും കടന്നു വരുന്നു. ആ പൈശാചിക സാന്നിധ്യത്തെ, അവന്റെ ബന്ധനത്തെയാണ് ശാപം എന്ന് വിളിക്കുന്നത്. അതാണ് ഈശോ നീക്കിക്കളഞ്ഞത് ഗലാത്യ 3:13 പറയുന്നത്. പാപം വഴി നമ്മിലേക്ക് വരുന്ന പൈശാചികയാണ് ശാപം. അപ്പൊ പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരുനാൾ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ കുമ്പസാരം ഇവിടെ നടക്കാൻ ഞാൻ കരുതുന്നു. അപ്പോ അതിന്റെ വിശദാംശങ്ങളിലേക്ക് അറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കണം. മാരകപാപങ്ങൾ ഏച്ചു പറഞ്ഞ് കുമ്പസാരിക്കണം. അതുപോലെ ലഘുപാപങ്ങളോട് പോലും വിടുതൽ പറഞ്ഞ് നിരന്തരമായി സോറി പറഞ്ഞുകൊണ്ടിരിക്കണം. അതിന് ഇപ്പോൾ നമ്മൾ വായിച്ചു തുടങ്ങിയ ഹെസക്യാ രാജാവിന്റെ ആ ഒന്നാമത്തെ വലിയൊരു സ്വഭാവം, ദൈവമായ കർത്താവിൽ വിശ്വസിച്ചു എന്നുള്ള ആ ഒരു വിശ്വാസം അനിവാര്യമാണ്. അതിന്റെ ആഴങ്ങളിലേക്ക് പോവുകയാണ്. എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ ഈശോയുടെ സോറി പറയുക.
ഇരുന്നു. ഹെസ്സക്കിയ രാജാവ് ദൈവമായ കർത്താവിൽ വിശ്വസിച്ചു. 1 മണിക്കൂർ നേരം ഞാൻ ഇതിനെക്കുറിച്ച്, ഈ ഒരു വചനഭാഗത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കും. അത് കഴിഞ്ഞത് 1/2 മണിക്കൂർ ആരാധന, 10 മണി വരെ പോകാമെന്ന് വികാരിച്ച് എന്നോട് പറഞ്ഞു. 1 മണിക്കൂർ നേരം ഈ ക്ലാസ് എടുക്കും. എനിക്കൊരു റിക്വസ്റ്റ്, ഒരപേക്ഷ, ഒരു നിർദ്ദേശമുള്ളത്, ഏതായിരുന്നാലും നമ്മൾ ബുദ്ധിമുട്ടി വന്നതാണ്. അങ്ങേയറ്റത്തെ അത്യാവശ്യമല്ലെങ്കിൽ ഇടയ്ക്ക് പോകാതിരിക്കുക. അല്പം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും സഹിച്ച് ഇരുന്നാൽ, അഭിഷേകത്തിന് വില കൊടുത്താൽ അനുഗ്രഹം കിട്ടി തീർച്ചയായും. ഹെസ്സക്കിയ രാജാവ് ദൈവമായ കർത്താവിൽ വിശ്വസിച്ചു. അവൻ കർത്താവിനോട് വിശ്വസ്തത പുലർത്തി. അവൻ കർത്താവിനോട് ഒട്ടി നിന്നു. അവൻ കർത്താവിനെ അനുഗമിച്ചു. അതിനാൽ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവന്റെ ഉദ്യമങ്ങളെ വിജയിപ്പിച്ചു. ഈ ദൈവവിശ്വാസം എന്ന് പറയുന്ന ഒരു മനുഷ്യ വ്യക്തിയുടെ ദൈവ പൈതലിന്റെ ദൈവൈക്യത്തിന്റെ അടിസ്ഥാനം, അതിന് വിലയെന്തും നമ്മൾ അറിയണം. എന്തുകൊണ്ടാണ് ഈ ഒരു വിശ്വാസത്തിന്റെ ആഴത്തിൽ നമുക്ക് വളരാൻ പറ്റാത്തത് എന്ന് നമ്മളത് ധ്യാനിക്കാൻ പോകും. അതെങ്ങനെയുള്ള വിശ്വാസമായിരിക്കണമെന്ന് ആദ്യം തന്നെ ഒരു സെന്റൻസ് ഞാൻ പറയാൻ പോകും. 3 വാക്കുകളുണ്ട് അതിൻ്റെ അകത്ത്. സത്യവിശ്വാസം, അടിയുറച്ച വിശ്വാസം, കലർപ്പില്ലാത്ത വിശ്വാസം. ട്രൂ ഫെയ്ത്ത്, സ്ട്രോങ് ഫെയ്ത്ത്, അല്ലെങ്കിൽ ഡീപ് റൂട്ടഡ് ഫെയ്ത്ത്. 3 അൺഅഡൾട്ടറേറ്റഡ് ഫെയ്ത്ത്. സത്യവിശ്വാസമായിരിക്കണം നമ്മുടേത്. സീറോ മലബാർ സഭയുടെ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി 2-3 മാസം മുമ്പ് പാലായിൽ നടന്നു. എല്ലാ ധ്യാന കേന്ദ്രങ്ങളുടെയും പ്രതിനിധിയായിട്ട് എന്നെയാണ് നിയോഗിച്ചത്. ഞാനതിൽ പങ്കെടുത്തു. അതിലൊരു ചർച്ച വന്നായിരുന്നു. മതബോധത്തെ കുറിച്ചാണ് ചർച്ച വന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ ഓരോരുത്തർക്ക് 2 മിനിറ്റ് ഷെയർ ചെയ്യാൻ അനുവദിച്ചു. 2 മിനിറ്റായിട്ട് ഷെയർ ചെയ്യാനൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഞാൻ കയറി ചെന്നു. ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മുടെ കത്തോലിക്ക യുവതി യുവാക്കൾ 10-12 വർഷത്തെ മതബോധനം കഴിഞ്ഞ് പഠിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലും ജോലിക്ക് പോകുന്ന സ്ഥലങ്ങളിലും വിജാതീയരായിട്ടുള്ള വ്യക്തികൾ അവരെ എളുപ്പത്തിൽ കുടുക്കിൽപ്പെടുത്തി കല്യാണം കഴിക്കുന്നു. വിജാതീയ കല്യാണം വഴി സത്യവിശ്വാസത്തിൽ നിന്ന് അകന്നു പോയാൽ വരും തലമുറ പോലും അനുഗ്രഹം നഷ്ടപ്പെട്ടവരെ അധപതിക്കുമെന്ന് അറിയാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ മതബോധനം 12 വർഷം നീണ്ടു നിന്നിട്ടും എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം വെടിയാൻ ഒരു മടിയില്ലാത്തത്? എന്നിട്ട് ഞാനൊരു കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഒരു ചെറുപ്പക്കാരൻ ഒരു പന്തക്കോസ്ത യുവതിയുടെ പുറകെ, നേഴ്സിന്റെ പുറകെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് 8 വർഷക്കാലം നടന്നു. അവനും നേഴ്സാണ്. 8 വർഷക്കാലം സകല വാഗ്ദാനങ്ങൾ നൽകി. അവന്റെ കുടുംബക്കാരും കൂടെ സ്വാധീനിച്ചു. ഞാൻ മറ്റൊന്നും കൂടുതൽ പറയുന്നില്ലെങ്കിൽ സ്ഥലത്ത് വെച്ച് അങ്ങനെ ഒരാൾ ഈ നമ്മുടെ കുട്ടികളെ പുറകെ പ്രേമമായിട്ട് വരുമ്പോഴേക്ക് അവരൊരു സംഘമായിട്ടാണ് വരുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ വന്നു. അവര് മാറി മാറി വന്ന് ഇവിടെ ഉപദേശിച്ചു. ഈ പന്തക്കോസ്തക്കാരി പെൺകുട്ടി 8 വർഷക്കാലവും അതിനോട് പ്രതിരോധിച്ചു നിന്നു. വേറെ ആരും അവൾക്ക് പ്രേമബന്ധമൊന്നുമില്ല. അവൾ അവസാനം പന്തക്കോസ്ത സമൂഹത്തിൽ നിന്നൊരു യുവാവിനെ കല്യാണം കഴിച്ചു. അവനപ്പോൾ അടുത്ത വാശിയായി കത്തോലിക്ക പെണ്ണിന്റെ പുറകെ കൂടി. എന്നോട് അവൻ പറയുന്നു, 1 മാസം കൊണ്ട് അവൾ എന്നെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു. എവിടെ പോയി നമ്മൾ വേദപാഠം കാറ്റക്കിസം 12 വർഷം പഠിക്കുന്നു. എന്നിട്ട് യേശുവിനെ തള്ളിപ്പറഞ്ഞ് ഒച്ച കൊടുക്കും. നമുക്ക് ഇട്ടിട്ട് പോകാൻ ഒരു മടിയില്ലാത്ത മഹാപരാധം എന്തുകൊണ്ടുണ്ടാകുന്നു? ഉള്ളിൽ വിശ്വാസം വന്നിട്ടില്ല.
യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റില്ല. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ ബൈബിൾ എടുത്ത് ഉയർത്തിപ്പിടിച്ചാൽ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് അത് സത്യവിശ്വാസമാണെങ്കിൽ അങ്ങനെ ഒരു കല്യാണം പറ്റില്ല. അങ്ങനെ കല്യാണം കഴിച്ച് ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അവരെ ഞാൻ തള്ളിപ്പറഞ്ഞ് ശബ്ദിച്ച് വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ 35 വർഷത്തെ പൗരോഹിത്യ ജീവിത കാലത്തിനിടയ്ക്ക് മുഴുവൻകാലവും ഞാൻ ധ്യാന കേന്ദ്ര ശുശ്രൂഷ ചെയ്യുന്നത്. 30 രാജ്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോയി. കേരളത്തിൽ, ഭാരതത്തിലെ മിക്ക സംസ്ഥാനങ്ങളിലും ധ്യാനിച്ചു. ഏറ്റവും കൂടുതൽ ഇക്കാര്യത്തിൽ വീട് പോകുന്ന മലയാളികളാണ്, പ്രത്യേകിച്ച് യുവതികൾ, പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ട്. ബോംബെയിലൊക്കെ ആൺകുട്ടികളാണ് കൂടുതൽ, പെൺകുട്ടികളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ മതബോധനത്തെ ശക്തമായിട്ടും, പ്രത്യേകിച്ച് ശ്രീറമലബാർ സഭയിൽ ശക്തമായി നടക്കുന്നു, നിത്യൻ മലങ്കര സമൂഹത്തിൽ നടക്കുന്നിട്ടും എന്ത് ഇങ്ങനെ മഹാദുരന്തം ഉണ്ടാകുന്നു? ഞാൻ അവിടെ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ പറഞ്ഞു, കാരണം നമ്മുടെ മതബോധനം ബൗദ്ധിക തലത്തിൽ നിൽക്കുന്നു, ഹൃദയത്തിന്റെ അനുഭവ തലത്തിൽ വരുന്നില്ല എന്നുള്ളതാണ്. വിശ്വാസം വേരുറച്ച് അടിയുറച്ച് പാറമേൽ ഭവനം പടുത അവസ്ഥയിൽ അല്ലാത്തത് കൊണ്ടാണ് ഒരു പ്രലോഭനം വരുമ്പോൾ സെക്ഷൽ ഹോർമോൺസ് ശരീരത്തിൽ എല്ലാവർക്കും ഉണ്ട്. ആൺകുട്ടികൾ ടെസ്റ്റോസ്റ്ററോൺ, പെൺകുട്ടികളിൽ ഈസ്ട്രജൻ. അത് നമ്മിൽ പല മാറ്റങ്ങളും വരുത്തും, വൈകാരികമായ വ്യത്യാസങ്ങൾ വരുത്തും, അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷണങ്ങൾ വരാം. പക്ഷേ ഒരു പുരുഷന് സ്ത്രീയോടും, സ്ത്രീക്ക് പുരുഷനോടും, ആൺകുട്ടിക്ക് പെൺകുട്ടിയോടും, പെൺകുട്ടിക്ക് ആൺകുട്ടിയോടും തോന്നുന്ന സ്വാഭാവികമായ ആകർഷണം എന്തുകൊണ്ടാണ് അപക്വമായ, അശുദ്ധമായ പ്രേമമായും വിവാഹബന്ധമായും വിവാഹത്തിന് മുൻപുള്ള വിവാഹപൂർവ്വ അവിഹിത വേഴ്ചയാകുന്ന ഫോർണിക്കേഷൻ, ഇംഗ്ലീഷിൽ ഫോർണിക്കേഷൻ എന്ന് പറയും. വിവാഹിതരുടെ അവിഹിത ബന്ധത്തിന് അഡൾട്ടറി അല്ലെങ്കിൽ വ്യഭിചാരം എന്ന് പറയും. അവിവാഹിതരുടെ അവിഹിത ബന്ധത്തിന് ഫോർണിക്കേഷൻ അഥവാ വിവാഹപൂർവ്വ അവിഹിത വേഴ്ച എന്ന് പറയും. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഹോസ്യ 5:4 ഒരു വചനമുണ്ട്, കർത്താവിലേക്ക് മടങ്ങിപ്പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരെ കുടികൊള്ളും. The spirit of adultery is dwelling within them. That's why they cannot return to God. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഇവിടെ വന്നിരിക്കുന്ന മിക്കവരും തന്നെ വിവാഹിതരാണെന്ന് തന്നെ എനിക്കറിയാം. കുഞ്ഞുങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ അല്ലാത്തവർ, വിവാഹിതരല്ലാത്തവർ. പക്ഷേ നിങ്ങളുടെ ഈ ക്രൈസ്തവ ജീവിതത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും സാക്ഷ്യം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിൽ ഒതുങ്ങി നിൽക്കുമെന്ന് കരുതണ്ട. അടുത്ത തലമുറയിലേക്ക് അത് ഒഴുകും. യോഹന്നാൻ 3:6 ഒരു വചനമുണ്ട്, ജഡത്തിൽ ജനിക്കുന്നത് ജഡമാണ്, ആത്മാവ് ജനിക്കുന്നത് ആത്മാവ്. നമ്മൾ, ഞാൻ നിങ്ങൾ ഇപ്പോൾ വാക്ക് ഉപയോഗിച്ചില്ല, നമ്മൾ, ഞാൻ കുടുംബജീവിതക്കാരല്ലെങ്കിലും പറയുന്നു, നിങ്ങൾ ശാരീരികമായി കുഞ്ഞുങ്ങളെ ജനിപ്പിക്കും, ഞാൻ ആത്മീയമായിട്ട് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കും. ഞാൻ ശല്യച്ചുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവരായതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മൾ ആത്മീയമായിട്ട് മക്കളെ ജനിപ്പിക്കാനായിട്ട് പറ്റാത്തവരാണെങ്കിൽ ജഡിക പൈതങ്ങൾ ജനിക്കും. വലിയ ദുരന്തങ്ങളുണ്ടാകും. കാരണം എന്താ? നമ്മുടെ വിശ്വാസം അടിയുറച്ചിട്ടില്ല, സത്യവിശ്വാസമില്ല. അതാണ് കാരണം. അങ്ങനെ ജഡിക പൈതങ്ങൾ ജനിച്ചാലുള്ള കുഴപ്പമില്ല. ഞാനൊരു ഉദാഹരണം പറയാം, അത്ര നല്ലതല്ല എങ്കിലും ധ്യാനത്തിന് വേണ്ടി അത് പറയുകയാണ്. ഒരു ഡിവൈൻ ധ്യാന കേന്ദ്രം ഞാൻ ആയിരുന്ന കാലത്ത് എൻ്റെ ധ്യാനം കൂടാൻ വേണ്ടി ഒരു ഭാര്യയെ ഭർത്താവ് 9 വയസ്സുള്ള മകളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. അവൾക്ക് 9 വയസ്സുള്ളെങ്കിൽ കണ്ടാൽ ഒരു 10, 14, 15 വയസ്സ് തോന്നിക്കും. ശാരീരിക വളർച്ചയുണ്ട്. അവൾ 9 വയസ്സുള്ളവളായതുകൊണ്ട് കുട്ടികളെ ധ്യാനത്തിനായി ഞങ്ങൾ പറഞ്ഞു വിട്ടതുകൊണ്ട് അവൾ പോയി. അത് നന്നായി. മാതാപിതാക്കൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. അവർ രണ്ടുപേരും ബോംബെയിൽ നേഴ്സസ് ആയിരുന്നു, മെയിൽ ഫീമെയിൽ നേഴ്സസ്. അവിടെ ഒരാൾ യൂറോപ്പിലേക്ക്, പെണ്ണ് ചെറുക്കൻ ഗൾഫിലേക്ക് പോരാൻ വേണ്ടി എമിറേറ്റ് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി ബോംബെ എയർപോർട്ടിൽ എത്തുന്നു. അവിടെ എത്തുമ്പോൾ അന്ന് രാത്രി ആ ഫ്ലൈറ്റ് പുറപ്പെട്ടില്ല. പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് അത് പോയത്.
ഈ ഫ്ലൈറ്റ് താമസിച്ച രാത്രി മുതൽ രാത്രി 12 മുതൽ പിറ്റേ ദിവസം ഉച്ച വരെയുള്ള സമയത്തിനിടയ്ക്ക് കിട്ടിയ മണിക്കൂറുകളിൽ ഇവർ പരിചയപ്പെട്ടു. പരിചയം പ്രേമമായി മാറി. ഇവൻ ഓർത്തഡോക്സ്, ഇവളെ കാത്തലിക്. പക്ഷെ രണ്ടുപേർക്കും ഓർത്തഡോക്സുകാരുടെയോ യാക്കോബക്കാരുടെയോ മാർത്തോമാക്കാരുടെയോ സീറോമർമാർക്കാരുടെയോ മലങ്കരക്കാരുടെയോ ലത്തീൻകാരുടെയോ ആരുടെയും തന്നെ വിശ്വാസത്തിന്റെ ആഴം അവർക്കുണ്ടായിരുന്നില്ല. ഏത് ഗണത്തിൽപ്പെട്ടവരായിരുന്നെങ്കിലും ആ മേഖലയ്ക്ക് ഒരു വിശ്വാസം വേണമല്ലോ, വിശ്വാസത്തിന്റെ അടിത്തറ വേണമല്ലോ, അതിലായിരുന്നു. അതുകൊണ്ട് സംഭവിച്ചതെന്ന് കേട്ടോളൂ. ഇവർ രണ്ടുപേരും ഫോൺ വഴി യൂറോപ്പിലിരുന്ന് ഗൾഫിലിരുന്ന് സംഭാഷണം നടത്തി അവരുടെ പ്രേമം അരക്കിട്ടുറപ്പിച്ചു. അത് കഴിഞ്ഞ് ഇവൻ 1 വർഷം കഴിഞ്ഞ് ഗൾഫിലെ ജോലി രാജിവെച്ച് യൂറോപ്പിലേക്ക് പോയി. ഞാൻ രാജ്യത്തിന്റെ പേര് പറയില്ല. 300 മൈൽ അകലെയാണ് താമസം. 300 മൈൽ അകലെയാണ് താമസം. എല്ലാ വീക്കെൻഡിലും വെള്ളിയാഴ്ച ജോലി കഴിഞ്ഞവൻ ട്രെയിനിന് അവൾ താമസിക്കുന്നിടത്തെത്തും. എന്നിട്ട് രണ്ടുപേരും ഒരുമിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും. വെള്ളി, ശനി, ഞായറാഴ്ച തിരിച്ചു കൊണ്ടുപോയി. അങ്ങനെ 1 വർഷം മുഴുവനും വിവാഹപൂർവ്വ അവിഹിത ബന്ധത്തിൽ ജീവിച്ചു. കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കാനുള്ള നടപടികൾ എടുത്തു. 2-ാം വർഷം കഴിഞ്ഞപ്പോൾ അവന് ഇവളുടെ ഹോസ്പിറ്റലിൽ അടുത്ത സ്ഥലത്ത് ജോലി കിട്ടി. അങ്ങോട്ട് അവൻ ജോലിക്ക് വന്നിട്ട് ഒരു അപ്പാർട്ട്മെന്റ് താമസം തുടങ്ങി. കല്യാണം കഴിക്കാൻ ലിവിങ് ടുഗദർ ആരംഭിച്ചു. വീട്ടുകാരെ അറിയിച്ചില്ല. 1 വർഷം പൂർത്തിയായ സമയത്താണ് അവൾ അറിയുന്നത്. അവൾ 3 മാസം ഗർഭിണിയാണ്. അബോർഷൻ നടത്താൻ ഡോക്ടർമാർ സമ്മതിക്കാത്തതുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ വീട്ടുകാരെ അറിയിച്ചു. പെട്ടെന്ന് കേരളത്തിൽ ചെന്ന് എല്ലാവരും തട്ടിക്കൂട്ടി. പ്രീ മാരിറ്റൽ കോഴ്സൊക്കെ ഉണ്ടായിരുന്നെങ്കിലും, പ്രീകാര കോഴ്സ് ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും കൂടിയില്ലെന്ന് തോന്നുന്നു. അവർ കല്യാണം കഴിച്ചു. എന്നിട്ട് നാട്ടിൽ വന്ന് ഇവിടെ യൂറോപ്പിൽ വന്ന് ആ കൊച്ചിനെ പ്രസവിച്ചു. എന്താണ് ഈ പെൺകുട്ടിയുടെ പ്രശ്നം? 9 വയസ്സായ പെൺകുട്ടി പുരുഷന്മാരുടെ ആൺകുട്ടികളെ അടുത്തേന്ന് അവളുടെ നഗ്നത കാണിച്ചു കൊടുക്കും. അവരോട് ഇങ്ങോട്ട് സ്പർശിക്കാൻ ആവശ്യപ്പെടും. ഇവരുടെ കൈയും കാലുമൊക്കെ അടിച്ച് പൊട്ടിച്ചു. കൈ കടലിൽ വെച്ച് ഇടിച്ചു. അമ്മ കാലൊക്കെ അടിച്ച് പൊട്ടിച്ചു. പക്ഷെ അവർ പിന്നെ ഇതൊക്കെ ചെയ്യും. എങ്ങനെ ചിന്തിക്കാൻ പറ്റും? 9 വയസ്സായ പെൺകുട്ടിക്ക് എങ്ങനെ ഇങ്ങനെ വരും? സെക്ഷൽ ഹോർമോൺസ് ഉണ്ടായിട്ടുണ്ട്, ഈസ്ട്രജനുണ്ട് ആ പെൺകുട്ടിയിൽ. പക്ഷെ എങ്ങനെ ഇങ്ങനെയായി പോയി? നമുക്കൊക്കെ ലൈംഗിക ഹോർമോണുകൾ ഉണ്ടെങ്കിലും നമ്മുടെ ഈ ശാരീരികമായ നമ്മുടെ ഈ ലൈംഗിക ഹോർമോണുകൾ ജഡത്തിന്റെ ആശകൾ അല്ലെങ്കിൽ അതിന്റെ സ്വഭാവങ്ങൾക്കുപരിയായിട്ട്, ലോകത്തുനിന്ന് കിട്ടുന്ന ജഡിക ദുർമോഹങ്ങൾക്കുപരിയായിട്ട് ആത്മാവിലുള്ള ഒരു തീ, ഒരു അഗ്നി അതുണ്ടെങ്കിൽ അതിന്റെ ഫലമായി, ആ സ്പിരിറ്റിന്റെ ഫലമായി ഒരു സ്പിരിച്വാലിറ്റി ഉണ്ടാവുകയും ആത്മീയത ഉണ്ടാവുകയും അതിന്റെ ഫലമായി ഒരു ധാർമ്മികത, മൊറാലിറ്റി ഉണ്ടാവുകയും ധർമാധർമ്മ വിവേചനം ഉണ്ടാവുകയും തെറ്റും ശരി തിരിച്ചറിയുകയും തെറ്റിനോട് നോ പറയുകയും ശരി ആശ്ലേഷിക്കുകയും ചെയ്യും. പാപത്തിന്റെ പ്രലോഭനം ഉണ്ടാകാം, ആർക്കും ഉണ്ടാകാം. പക്ഷേ പ്രലോഭകൻ പിശാചാണ്. അവന്റെ ലക്ഷ്യം എന്താണ്? ധാർമ്മിക ശക്തിയുടെ അടിത്തറ, വിശ്വാസത്തിന്റെ അടിത്തറവർക്കറിയാം. പ്രലോഭകന്റെ ലക്ഷ്യം എന്താണ്? അവൻ വരുന്നത് മോഷ്ടിക്കാനാണ്, കൊല്ലാനാണ്, നശിപ്പിക്കാനാണ്. യോഹന്നാൻ 10:10. യോഹന്നാൻ 8:44. അവൻ നുണയനും നുണയുടെ പിതാവും കൊലപാതകയുമാണ്. അങ്ങനെ വരുന്ന സാത്താൻ ജഡത്തിലൂടെ ലോകത്തിലൂടെ നമ്മളെ മാടി വിളിക്കുമ്പോൾ, മധുരമോഹന വാഗ്ദാനങ്ങളുമായിട്ട് മാടി വിളിക്കുമ്പോൾ ഉള്ളിൽ ഒരു തീകത്ത് നിൽപ്പുണ്ടെങ്കിൽ, വിശ്വാസത്തിന്റെ വിശുദ്ധിയുടെ തീപ്പന്ത് ഉള്ളിലുണ്ടെങ്കിൽ, ഈ മധുരമോഹന വാഗ്ദാനങ്ങൾ വരുന്ന നുണയുടെ പിതാവ് കൊലപാതകമായ സാത്താനോട് നോ എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവർക്ക് പറ്റിയില്ല. കാരണം എന്താ? ഇവരൊരാൾ ഓർത്തഡോക്സ് വിശ്വാസം, ഒരാൾക്ക് കത്തോലിക്ക വിശ്വാസം. എവിടുന്ന് എന്ത് വിശ്വാസം? വേർപാട് പഠിച്ചിട്ടുണ്ട്. ആ സ്ത്രീ എന്നോട് പറഞ്ഞൊരു വാചകം ഞാൻ ചങ്കിൽ കൊണ്ട വാക്കായി പോയി. വേദപാഠ ക്ലാസ്സിൽ 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ ഇടവകയിൽ നിന്നൊരു സമ്മാനം കിട്ടി. എന്തിനാണെന്നറിയും? വേദപാഠത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചതിന്. എന്താ പ്രയോജനം? വേദപാഠ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് വൈകാട്ട് പഠിച്ച പരീക്ഷ എഴുതിയിട്ട് മാർക്ക് കിട്ടി. ചങ്കില് ആ വചനത്തിന്റെ സന്ദേശത്തിൽ കയറിയോ? ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, നീ വേദപാഠം പഠിച്ച് ഫസ്റ്റ് ക്ലാസ്സിൽ വാങ്ങിയിട്ട്
എനിക്ക് ഏതെങ്കിലും ഒരു വചനമെങ്കിലും നിന്റെ ആത്മാവിൽ നിന്നെ ജ്വലിപ്പിക്കുന്നതായി എന്നെ വഴി നടത്തുന്നുണ്ടായിരുന്നോ? സത്യമായിട്ടുമില്ല. കത്തോലിക്കരുടെ ഏറ്റവും വലിയ ദുരന്തം അതാണ്. വചനം അവരുടെ ഉള്ളിൽ തീയായി ജ്വലിച്ചു നിൽക്കുന്നില്ല. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എമ്മൗസ് ശിഷ്യന്മാര് യേശു വചനം വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു. അവര് തിരുവത്താഴം നടത്തി വീട്ടിലിരുന്ന് അപ്പം ആശീർവദിച്ച് ഈശോ കൊടുത്തു, കുർബാന അർപ്പിച്ച് ഈശോ അപ്പം കൊടുത്ത ഉടനെ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. കത്തോലിക്കർക്ക് രണ്ട് മഹാഭാഗ്യങ്ങൾ കിട്ടി. ഒന്ന് വചനത്തിന്റെ അപേക്ഷകൾ, മറ്റൊന്ന് പരിശുദ്ധ കുർബാനയുടെ കൗദാശിക അനുഗ്രഹം. പന്തക്കോസ്തക്കാർക്ക് ഈ രണ്ടാമത്തെ കിട്ടിയിട്ടില്ല. കണ്ണ് തുറക്കാത്തോണ്ടാണ് അവര് സഭയിലേക്ക് വരാത്ത മാതാവിനെ തള്ളിക്കളയുന്നത്. ഇവര് അപ്പം സ്വീകരിച്ച ഉടനെ അവരുടെ കണ്ണു തുറക്കപ്പെടുകയും അവരപ്പോൾ ഒരു കാര്യം വെച്ചു പറയുന്നുണ്ട്, പരസ്യമായി പറയുന്നുണ്ട്, വഴിയിൽ വെച്ച് അവർ നമ്മളോട് വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം ജനിച്ചിരുന്നില്ലേ? വചനം വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും പഠിക്കുമ്പോഴും പ്രഘോഷിക്കുമ്പോഴും കേൾക്കുമ്പോഴും വചനം ജീവിക്കുമ്പോഴും ഹൃദയത്തിൽ ജ്വലനം ഉണ്ടാകണം. ഇത് പെന്തക്കോസ്തക്കാർക്ക് ഉണ്ടാകുന്നത് കുറെ പേർക്കെങ്കിലും. അതുകൊണ്ടാണ് 8 വർഷക്കാലം ഒരു വിജാതിയൻ അവിടെ പ്രലോഭിപ്പിച്ച് പുറകെ കൂടിയിട്ടും അവരുടെ ആത്മാവിലുള്ള തീ കാരണം ഈ ജഡിക പ്രലോഭനങ്ങളോട് നോ പറയാൻ അവർക്ക് പറ്റിയത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ സ്ത്രീയെ ഭാര്യ ഭർത്താവ് എന്ന നിലയ്ക്ക് ജീവിച്ചവര് ശാരീരികമായി ബന്ധപ്പെട്ട് ആ ബന്ധത്തിൽ ജനിച്ച കുഞ്ഞ് ജഡത്തിൽ ജനിച്ച ജഡമായിരുന്നു. അന്ന് രാത്രി എന്റെ പ്രസംഗം കഴിക്കാൻ വേറൊരു സംഭവം പറഞ്ഞു. അത് ഞാൻ മറ്റന്നാൾ പറയാം. ഇപ്പൊ പറഞ്ഞാൽ നമ്മുടെ വിഷയത്തിൽ ഒത്തിരി അറിഞ്ഞു. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ മുറിയിലേക്ക് ഓടി വന്ന് രാത്രി ഒരു 9:30 ചാന്തുപൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെയാ കുഞ്ഞ് ജനിച്ചത്. ആ കുഞ്ഞാണ് 9-ാം വയസ്സിൽ മ്ലേച്ഛതയാണ് കാണിക്കുന്നത്. അവൾക്ക് പിശാചുണ്ടെന്ന് അടുത്ത വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞതിന്റെ ഫലമായി അവിടുത്തെ പുരുഷന്മാർ ആമ്പിള്ളേരെ വഴുതെച്ച് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പിശാച് ഒഴിപ്പിക്കാനുള്ള മുരുകൂരി ധ്യാനിക്കാൻ കൊണ്ടുവന്നത്. അവൾ പിശാച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അറിവിലായിട്ട് ഞാൻ പറയാം, ഒരു ജഡിക ദുരാത്മാവ് അവളിൽ ഉണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ പിശാചിന്റെ ഉപദ്രവങ്ങൾ പലതരത്തിലുണ്ട്. പൊതുവായിട്ട് പറയുകയാണെ, ഞാൻ എഴുതിയൊരു പുസ്തകമുണ്ട്, തലമുറകളുടെ ശാപം സത്യമോ മിഥ്യോ എന്ന് പറഞ്ഞൊരു പുസ്തകം. അതിൽ ഞാനിതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊണ്ടുവന്നിട്ടൊന്നുമില്ല. അത് ഷാരോൺ പബ്ലിഷിംഗ് കമ്പനിയാണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പിശാചിന്റെ ഒന്നാമത്തെ നടപടി പ്രലോഭനമാണ്, ടെംപ്റ്റേഷൻ. രണ്ടാമത്തേത് പൈശാചിക പീഡനമാണ്. ബാഹ്യതലത്തിലെ പിശാചിന്റെ ഉപദ്രവങ്ങൾ എന്തുപയോഗിച്ച് വിശുദ്ധീകരിക്കപ്പെടാത്തതോ അശുദ്ധമാക്കപ്പെട്ടതോ ആയ വ്യക്തികളിലൂടെ, വസ്തുക്കളിലൂടെ, ജീവികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ അവർ നടത്തുന്ന ബാഹ്യ ഉപദ്രവങ്ങളാണ് ഒപ്രഷൻസ് അഥവാ പൈശാചിക പീഡനം. ഇതെല്ലാം ഉണ്ട്. മൂന്നാമത്തത് ഒബ്സെഷൻ എന്ന് പറയുന്ന മനസ്സിനെ പിശാച് പിടികൂടുന്ന അവസ്ഥയാണ്. യോഹന്നാൻ 13:27 അപ്പകഷ്ണം അയോഗ്യതയോടെ സ്വീകരിച്ച ഉടനെ സാത്താൻ അവരിൽ പ്രവേശിച്ചു എന്നൊരു വചനം വായിക്കുന്നു. യൂദാസിന്റെ ഉള്ളിൽ സാത്താൻ കയറി. എവിടെ കയറി? അവന്റെ മനസ്സിനകത്ത്. ഇതാണ് ഒബ്സെഷന്റെ മാരകമായ അവസ്ഥ. ഞാൻ ഈ പറഞ്ഞ പെൺകുട്ടിയുടെ മനസ്സിൽ പിശാച് ഒബ്സസ് ചെയ്തിട്ടുണ്ട്. അവളുടെ മനസ്സ് എങ്ങനെ വന്നു? മാതാപിതാക്കളുടെ പാപം വഴി. മാതാപിതാക്കൾ ആ കൊച്ചിനെ യോഹന്നാൻ 3:6 പറഞ്ഞത് പ്രകാരം ജഡത്തിൽ ജനിക്കുന്ന ജഡമാക്കി മാറ്റിയതുകൊണ്ട്. ഞാൻ പറയുന്നില്ല അശുദ്ധിയുള്ള അശ്ലീല ജീവൻ നയിക്കുന്ന മോശമായി തീരുന്ന മക്കളെല്ലാവരും മാതാപിതാക്കളുടെ പാപം വഴി അശുദ്ധരാക്കപ്പെടുന്ന ഞാൻ പറയില്ല. സമൂഹത്തിന്റെ സഹപാഠികളുടെ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം വഴി വിശുദ്ധ കുടുംബങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലും വഴിതെറ്റുന്നുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഒത്തിരി തെളിവുകളുണ്ട് എനിക്ക്. നല്ല മാതാപിതാക്കൾ നന്നായിട്ട് ജന്മിച്ച കുഞ്ഞുങ്ങൾ പോലും സോഷ്യൽ മീഡിയയുടെ സ്വാധീനം, കൂട്ടുകാരുടെ സ്വാധീനം, ഈ ദുഷിച്ച പെർമിസീവ് സൊസൈറ്റി എന്ന് ഇംഗ്ലീഷ് ഒരു വാക്കുണ്ട്. പെർമിസീവ് സൊസൈറ്റി, പെർമിഷൻ എന്ന വാക്കിൽ നിന്ന് പെർമിസീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സാൻമാർഗിക നിയമബന്ധിതമല്ലാത്ത സമൂഹം. സാൻമാർഗിക നിയമബന്ധിതമല്ലാത്ത സമൂഹത്തിന്റെ ദുസ്വാധീനത്തിൽ നമ്മുടെ യുവതിവാക്കൾക്ക് പെട്ടെന്ന് കാലിടറാനുള്ള സാധ്യതയുണ്ട്. ഇത് സത്യമാണ്. അവർക്ക് മാത്രമല്ല, അച്ഛന്മാർക്ക് പോലും, സിസ്റ്റേഴ്സിന് പോലും. സാൻമാർഗിക നിയമബന്ധിതമല്ലാത്ത സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ കൂടി അവരെ സ്വാധീനിച്ച അശ്ലീല മ്ലേച്ഛ
സോഷ്യൽ മീഡിയ സ്വാധീനമുണ്ടെങ്കിൽ വൈദികരാണെങ്കിലും ശരി, കന്യാസ്ത്രീകളാണെങ്കിലും ശരി, അച്ഛന്മാരാണെങ്കിലും അല്ല മെത്രന്മാരാണെങ്കിലും ശരി, മാർപ്പാപ്പാണെങ്കിലും ശരി, അമ്മമാരാണെങ്കിലും ശരി, അവിടെ വീഴ്ച വരും. ഈ സ്ത്രീ എന്നോട് പറയുകയാണ്, അച്ഛാ, എനിക്ക് വേദപാഠത്തിന് ഫസ്റ്റ് കിട്ടിയെങ്കിലും ഞാൻ ഒരിക്കലും ഈശോ ദൈവമാണെന്ന് വിശ്വസിച്ചിട്ടില്ല. അവൻ പറഞ്ഞു, ഞാൻ വേദപാഠ ക്ലാസ് പോയിട്ടുമില്ല. ഞങ്ങളുടെ ഓർത്തഡോക്സ് സഭയിലെ നിയമം അനുസരിച്ച് ഞാൻ പള്ളിയിൽ പോകും, എല്ലാ ഞായറാഴ്ച കുർബാന സ്വീകരിക്കും. അവിടെ അച്ഛന്മാർ പഠിപ്പിക്കാനൊന്നുമല്ല, എനിക്ക് അന്നേരം എങ്ങനെയെങ്കിലും പഠിച്ച് ജോലി മേടിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. വേറെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. വിദേശത്തേക്ക് വരുന്നവര് എങ്ങനെയെങ്കിലും ജോലി കിട്ടി കുറെ കാശുണ്ടാക്കണം എന്ന് മാത്രം ലക്ഷ്യമിച്ച് വരുന്നതെങ്കിൽ ഈ പറയുന്ന ആത്മാവിൽ കയറും. ആത്മാവിന്റെ ആരോഗ്യത്തിന് വേണ്ടത് ചെയ്യാൻ പറ്റാതെ വരും. ജെറമ്യായുടെ പുസ്തകത്തിൽ പറയുന്നത്, നിങ്ങൾ പെരുകി നാട് നിറഞ്ഞു കഴിയുമ്പോൾ വാഗ്ദാന പെടകത്തെ പറ്റി ആരും ചിന്തിക്കുകയില്ല, അത് ആവശ്യമെന്ന് കരുതുകയോ മറ്റൊന്ന് നിർമ്മിക്കുകയോ ഇല്ല. വാഗ്ദാന പേടകം യേശുവിന്റെ സാന്നിധ്യമാണല്ലോ. പക്ഷെ നിങ്ങൾ പെരുകി നാട് നിറഞ്ഞ സമ്പത്ത്, സൗകര്യങ്ങൾ, സുഖങ്ങൾ വർദ്ധിച്ചു കഴിയുമ്പോൾ ദൈവം ഇതിലൊരു കുഴപ്പമില്ല. അതിന് തെളിവ് പറയാം. ഞാനിതിലേക്ക് തിരിച്ചു വരാം. വർഷങ്ങൾക്ക് മുമ്പ് ആക്കിപ്പിടി വെച്ച് ഞാനിവിടെ UK ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ പോകും. വർഷം പറയില്ല. അന്ന് അവിടെ മലയാളി നേഴ്സസ് ജോലിക്ക് കയറി തുടങ്ങിയ കാലമാണ്. അപ്പോൾ അവിടെയുള്ള ഇംഗ്ലീഷുകാരായ 2 വൈദികര് അവര് ഞങ്ങളെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ മലയാളി ക്രൈസ്തവ കത്തോലിക്കരോട് ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ ബഹുമാനം, ആദരവ് തോന്നുന്നു. നിങ്ങളുടെ ധ്യാന കേന്ദ്രത്തെ കുറിച്ച് ഞങ്ങൾക്കറിയാം. ഇവിടെ വരുന്നവർ ഞങ്ങളോട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കോട്ട ധ്യാന കേന്ദ്രം എന്നുള്ളത് പറയുന്നുണ്ട്. അങ്ങനെ അവര് ഞങ്ങളെ പുകഴ്ത്തുന്ന സമയത്ത് ഞങ്ങൾ കുർബാനയെല്ലാം വേണ്ടി കയറുമ്പോൾ ഈ പള്ളിക്കകത്ത് നിറച്ച് പല വർണ്ണത്തിലുള്ള ഷോളും ചുരിദാറും ഒക്കെ ധരിച്ച യുവതികൾ നിറഞ്ഞു നിൽക്കുകയാണ്. ആണെന്നില്ല, മുഴുവൻ പെൺകുട്ടികളാണ്, എല്ലാ നേഴ്സസാണ്. ഞങ്ങൾ പ്രാർത്ഥന കഴിയാൻ അവര് തിക്കൂട്ടി നിൽക്കാമേൻ എന്ന് പറയാൻ വേണ്ടി അത്ര തീക്ഷണതയാണ്. അങ്ങനെ അന്നത്തെ ധ്യാനമൊക്കെ കഴിഞ്ഞു. ഒരു 5 വർഷം കഴിഞ്ഞാൽ രണ്ടാമത് അതേ സ്ഥലത്ത് ഞാൻ ഒറ്റയ്ക്ക് ധ്യാനിപ്പിക്കാൻ പോയി. അന്ന് ഈ പള്ളി നിറച്ച ആളുണ്ടായിരുന്ന പള്ളിയിൽ 100ഓളം നേഴ്സസേ ഉള്ളൂ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, മിക്കവരും എൻ്റെ ഇവിടെ ബോംബെ ശുശ്രൂഷ ചെയ്തവരായതുകൊണ്ട് അവരോട് ചോദിച്ചു, ബാക്കി നേഴ്സസ് തിരിച്ചു പോയി. ഇല്ല, എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. മാത്രമല്ല അന്നുള്ള 4 ഇരട്ടി നേഴ്സസ് ഇവിടെ ഉണ്ടു. അത് കഴിഞ്ഞിട്ട് ഒരു 3 വർഷങ്ങൾ കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞ് വീണ്ടും 3ാം തവണ ധ്യാനിപ്പിക്കാൻ നിന്നപ്പോൾ പള്ളിയിൽ വളരെ ചുരുക്കം പേരുള്ളൂ. കളറൊന്നുമില്ല, ചുരിദാറുമില്ല, ഷോളുമില്ല, ഒന്നുമില്ല. യൂറോപ്യൻ ഡ്രസ് കോഡിൽ അവർക്ക് വന്നിരിക്കും. ഞാനെന്നെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ അക്ഷത്തിരുന്ന ഒരു പെൺകുട്ടി എറിയാക്കൊണ്ടൻ പക്ഷി പോകുന്ന പോലെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നു. അവിടെ ഒരു ബക്കറ്റിൽ പ്രയർ പെറ്റീഷൻ പോയതാണ്. അവൾ കുളിങ്ങി അങ്ങോട്ട് പോയി. ഞാൻ നോക്കുമ്പോൾ അല്പവസ്ത്രധാരിയാണ്, വളരെ മോശമായ ഡ്രസ് കോഡ്. ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് പോലും അവൾ പരിഗണിച്ചില്ല. അവൾ അങ്ങനെ പോയി. പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും എന്നെ കാണാൻ വേണ്ടി ഓടി വന്നു. കാരണം ഇവർ മിക്കവരും കോട്ടയിലും ഇവിടെ ബോംബെയിൽ എൻ്റെ ധ്യാനം കൂടി വരാം. ഓടി വന്നു, അച്ഛാ. ഈ പെൺകുട്ടി ഓടി വന്നു, അല്പവസ്ത്രധാരിയായ സ്ത്രീ. അച്ഛാ, സുഖമാണോ? ഞാൻ ചോദിച്ചത് മലയാളിയാണ്. ഞാനോട്ട് ഗോവനാണ്. മനസ്സിലായിട്ട് കരുതുന്നു. അച്ഛനെ മനസ്സിലായില്ലേ? ഞാൻ താപോന്ന് സ്ഥിരം വന്നോണ്ടിരുന്ന ആളായിരുന്നല്ലോ. എൻ്റെ പേരെന്താ? പേര് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ മോളെ വേഷം? നാടോടുമ്പോ നടുവേ ഓടണ്ടേ അച്ഛനെ ചോദിച്ചു. അവസാനത്തെ വാചകൂടെ കഥ തീർക്കുക. നാടോടുമ്പോ നടുവേ ഓടിയ പെണ്ണിപ്പം നടുവ് തളർന്ന് മംഗലാപുരത്തിൽ കിടക്കട്ടെ. അവൾ അവിടെ വെച്ച് ഒരു മാംഗ്ലൂരും പയ്യനുമായി
അക്രൈസ്തവനായ പ്രേമത്തിലായി. അവനും അവളും കൂടി കെട്ടാൻ പോന്ന് പറഞ്ഞപ്പോൾ അമ്മ കൂലിവേല എടുത്ത് പുല്ലരിഞ്ഞ്, പശുവിന് പുല്ലരിഞ്ഞ് അയൽപക്കങ്ങളെ കൊണ്ട് കൊടുത്ത് ജീവിച്ചിരുന്ന അമ്മ കൂലിപ്പണിയെടുത്ത് കടം മേടിച്ച് സിസ്റ്റേഴ്സിന്റെ അച്ഛൻ്റെ സഹായത്തോടെ പഠിപ്പിച്ച് നേഴ്സാക്കിയ പെണ്ണ് യേശുവിനെയും കുടുംബത്തെയും സഭയെല്ലാം വെടിഞ്ഞ് ഒരു വിദ്യാർത്ഥിയുടെ കൂടെ കല്യാണം കഴിച്ച് പോയി. ഒരു UK നിന്ന് അവനെ കെട്ടാൻ വേണ്ടി ഗൾഫ് രാഷ്ട്രത്തിലേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്തില്ല, വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോഴേക്ക് ഇവളറിയുന്നു അവന് വേറൊരാളും കൂടി ഉണ്ട്. അവൻ പറയുന്നു, എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് എൻ്റെ മാത്രപ്പെട്ട ഒരാളെ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിരുന്നുള്ളൂ, അയാളുടെ അടുക്കൂടെ ഞാൻ പോവുകയാണ്, എനിക്ക് അയാളുടെ ഒരു കൊച്ചുണ്ട്. 2ാം നിലയുടെ മുകളിൽ നിന്ന് ആത്മഹത്യയുടെ താഴേക്ക് ചാടി നട്ടെല്ല് തളർന്ന് സ്പൈനൽ തകർന്ന് ഇപ്പോൾ ശയ്യാവലംബിയായിട്ട് ഒരു രോഗി ഭരിതന്റെ സ്ഥലത്ത് മംഗലാപുരത്ത് കഴിയുന്നുണ്ടാവും. ഈ കഥ എന്നോട് അവളുടെ കൂട്ടുകാരികളാണ് പറഞ്ഞത്. നിങ്ങൾ പെരുകി നാട് നിറഞ്ഞു കഴിയുമ്പോൾ വാഗ്ദാന പേടകത്തെ പറ്റി ആരും ചിന്തിക്കുകയില്ല. ഇതൊരു ആവശ്യമാണെന്നോ മറ്റൊന്ന് നിർമ്മിക്കാമെന്ന് ചിന്തിക്കുകയില്ല. കാരണം എന്താ? എല്ലാം സുരക്ഷിതമാണ്, പണം ഉണ്ടായി, സൗകര്യം ഉണ്ടായി. ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്നു. എന്നെ മറക്കാത്ത നാഥ നിന്നെ ഞാനെത്ര വേഗം മറക്കുന്നു, മായാതെ മനസ്സിൽ നിറയുന്ന നെഞ്ചൂപൻ ഞാനെത്ര വേഗം മായ്ക്കുന്നു. അലയാഴിയിൽ കര കാണാതലഞ്ഞപ്പോൾ വഴിവിളക്കായി ചാര നീ തെളിഞ്ഞു. കരയേറി നിലയേറി ധനമേറെ ആയപ്പോൾ കരുണാമയാ നിന്നെ ഞാൻ മറന്നു. കറം മൂടി എന്നാൽപ്പം കറുത്തേണ്ട നാഥ മാപ്പേകളെ എന്നാണ് ആദ്യത്തെ പല്ലവിയുടെ അനുപല്ലവിയുടെ അർത്ഥം. അപ്പൊ അന്ന് ആ പാട്ട് ഞാൻ എഴുതുന്ന ഒരു 10 മിനിറ്റ് ഞാൻ പെട്ടെന്ന് എഴുതിയൊരു പാട്ടാണ്. എന്റെ മനസ്സിലേക്ക് വരികയാണ്. മനുഷ്യന്റെ നന്ദികീരത കണ്ടപ്പോൾ ഞാൻ എഴുതിയൊരു പാട്ടാണ്. ഞാനും നന്ദികീരത കാണിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഗുരുതരമായ വീഴ്ചകൾ അല്ലെങ്കിലും അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് ഞാൻ എഴുതിയത്. അപ്പൊ നമ്മൾ കുർബാനയ്ക്ക് പാടിയ പാട്ട്, ആൾത്താരിൽ ആത്മബലി അർപ്പിക്കാൻ വരുന്ന പാട്ട്, അത് 35 വർഷം പേര് എഴുതിയൊരു പാട്ടാണ്. അപ്പോ അതുപോലെ ആൾത്താരി പോയിട്ട് ബലൂസുണ്ട് അഖിലേശ്വരൻ എന്നും ആരാധന, പിന്നെ സമ്പൂർണ്ണമായി നൽകാൻ ബലിവേദി മുന്നിലാണ് ഇന്ന് ഞങ്ങൾ അഖിലേശ്വരൻ എന്നുള്ള പാട്ട്. അങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ എഴുതാനുള്ള കാരണം നമ്മൾ ഈ തിരുവചനത്തെ ധ്യാനിച്ച് ദൈവത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ അത് സംഗീതമായിട്ട് പുറത്തു വരുന്നതാണ്. ചിലത് ഞാൻ തന്നെ വെച്ചുകൊണ്ട് കൊടുക്കുക, ചിലത് ആത്മീയ സംഗീതം നാട്ട് പഠിച്ചു വെച്ചു കൊടുക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ കർത്താവിനെ മറന്നു പോകുന്നു. വിശ്വാസത്തിന്റെ അടിത്തറ ഉറച്ചിട്ടില്ലെങ്കിൽ വീണു പോകും. ഞാൻ തിരിച്ച് ആ സംഭവത്തിലേക്ക് വരട്ടെ. ആ കുഞ്ഞിനെ ജന്മം നൽകിയ മാതാപിതാക്കൾ അന്ന് രാത്രി ഞാനൊരു അച്ഛനത്ത് കുമ്പസാരിക്കാൻ പറ്റും. രാത്രി 10 മണി വരെ സമയമെടുത്ത് 2 പേരും കുമ്പസാരിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞു, ഈ കുഞ്ഞിന്റെ ഉള്ള വൈകല്യങ്ങൾ നിങ്ങളിലൂടെ പിശാച് നിക്ഷേപിച്ചതാണ്. ഞാൻ പറയട്ടെ, ആ കുഞ്ഞിന്റെ ജനിതകമായ വൈകല്യമാണോ, DNA വൈകല്യമാണോ, അങ്ങനെയൊക്കെയുള്ള ശാസ്ത്രീയ അവലോകനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു പൈശാചികത അവരുടെ DNA കാണണമെങ്കിൽ, അവരുടെ ഹോർമോണിനെ നിയന്ത്രിക്കണമെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ഞാൻ പെട്ടെന്ന് വേറൊരു ചിന്തയിലേക്ക് പോയി. ഒറിജിനൽ സിൻ അല്ലെങ്കിൽ ജന്മപാപം എന്ന് പറയുന്നതിനെ കുറിച്ച് ട്രെൻഡ് കൗൺസിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആദ്യ മാതാപിതാക്കൾ ദൈവം കൊടുത്തൊരു കാര്യമുണ്ടായിരുന്നു, ഉത്ഭവ നീതി, ഒറിജിനൽ ജസ്റ്റിസ്. അത് 3 കാര്യങ്ങളുണ്ട്. 1 സാങ്ക്ടിഫൈങ് ഗ്രേസ്, ഓരോ നിമിഷവും നമ്മളെ ദൈവൈക്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന കൃപാവരം. 2 ഹ്യൂമൻ റെക്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന മാനുഷിക സമഗ്രത. അതെന്താണെന്നറിയോ? നമ്മിലുള്ള ഈ ആത്മീയ ശക്തി, ദൈവം നിക്ഷേപിച്ച ആത്മാവിലുള്ള ഈ ദൈവ സാന്നിധ്യമുള്ള ആത്മീയ ശക്തി ജഡിക ലൗകിക വികാരങ്ങളെയും പ്രലോഭനങ്ങളെയും ശക്തികളെയും തോൽപ്പിച്ച് അതിലംഘിച്ച് വിജയിച്ചു നിൽക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഹ്യൂമൻ റെക്റ്റിറ്റ്യൂഡ്. മാനുഷിക സമഗ്രതയിലാണ് എന്റെ മലയാളത്തിൽ റിസർച്ച് ചെയ്തിരിക്കുന്നത്. 3ാമത്തേത് ഇമ്മോർട്ടാലിറ്റി, ആത്മാവ് പാപം വഴി മരിക്കാത്തൊരവസ്ഥ. ഈ 3ഉം ആദ്യ മാതാപിതാക്കൾ ദൈവത്തെ ഉപേക്ഷിച്ച് പിശാചിനെ സ്വീകരിച്ചപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു. അവർക്ക് ദൈവം കൊടുത്ത എന്തിനായിരുന്നു? അവരിലൂടെ വരുന്ന ജനപദങ്ങൾക്ക് മുഴുവനുള്ളതായിരുന്നു. അവർ നഷ്ടപ്പെടുത്തിയതുകൊണ്ട് ആ നഷ്ടം, ഈ അഭാവത്തിൽ വന്ന് പിറക്കുന്ന എല്ലാവർക്കും കിട്ടുന്നതാണ് ജന്മപാപം എന്ന് പറയുന്ന ഈ ഒറിജിനൽ ജസ്റ്റിസ്. അത് നമ്മുടെ ആത്മാവിന് ഒരു ദൈവികമായ ചൈതന്യം ദൈവം തരുന്നുണ്ട്.
അത് നമ്മിൽ ഉണ്ടാകണമെങ്കിൽ ദൈവമായിട്ടുള്ള നിരന്തരമായ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ വിശ്വാസം വഴിയാണ് ബന്ധം സാധിക്കപ്പെടുക. The relationship with God, the union with God, the link with God, association with God begins with this supernatural theological virtue which is called faith. ഈ അതിസ്വാഭാവികമായ ദൈവിക പുണ്യമായ വിശ്വാസമാണ് ദൈവവുമായിട്ടുള്ള ഈ ബന്ധത്തിൽ നമ്മെ നിലനിർത്തുന്നത്. ഒരു അമ്മ, അവർക്ക് 6 കുഞ്ഞുങ്ങൾ ജനിച്ചു. 6 കുഞ്ഞുങ്ങളും മന്ദബുദ്ധികളും വികലാംഗരുമാണ്. കാരണം ഭർത്താവിന് അങ്ങനെ ഒരു വൈകല്യം ഉണ്ടായിരുന്നു. ഭർത്താവ് മരിച്ചു. ഈ അമ്മ ഒരു ജോലിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് 6 കുഞ്ഞുങ്ങളെ പോറ്റി. അത് 6 കുട്ടികൾ 4 പേര് പെൺപിള്ളേരാ, 2 പേര് ആൺപിള്ളേര്. അമ്മ ഒരു രാത്രി പോലും മനസ്സോർച്ച് ഉറങ്ങിയിട്ടില്ല. കാരണം ആൺകുട്ടികളെ പ്രായപൂർത്തിയായി, പെൺകുട്ടികൾ പ്രായപൂർത്തിയിലേക്ക് വരുന്നു. ഇവർ തമ്മിൽ പോലും മോശമായ അവസ്ഥ ഉണ്ടാകാം. പകൽ സമയത്ത് പുറത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് വിവേകവും അറിവൊന്നുമില്ല. ദുഷ്ടരുടെ കൂട്ടമാണ് ചുറ്റുമുള്ളത്. ഈ കുഞ്ഞുങ്ങളെ ഒന്ന് ഉപദ്രവിക്കാൻ വേണ്ടി 4 വർഷം ആൾക്കാരെ നടക്കുക. വികാരിയച്ഛനും വിൻസെന്റ് പോൾ സൊസൈറ്റിയും സിസ്റ്റേഴ്സും പിന്നെ കുറെ ആത്മീയ പിതാക്കന്മാരും ഇവർക്ക് പ്രത്യേകമായ സാമ്പത്തിക സഹായം ചെയ്യുന്നു. ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു വലിയ സ്വർണ്ണ വ്യാപാരിയോട് പറഞ്ഞു അവർക്ക് സ്ഥിരമായ ഒരു വരുമാനത്തിനായിട്ട് ഒരു തുക ബാങ്കിൽ ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. അത് കൊടുക്കുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ വേറെ ആരുമില്ല. അപ്പോൾ അയൽവക്കത്തുള്ള ഒരു അപ്പനും അമ്മയാണ് കടയിൽ പോയി സാധനം മേടിച്ചുകൊണ്ട് കൊടുക്കുന്നത്. ഈ അമ്മ ഒരിക്കൽ പോലും ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ല, പഴി പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളോടുള്ള അമ്മയുടെ സ്നേഹം കാണണം. ഈ കുഞ്ഞുങ്ങൾക്ക് അമ്മ കൂടാതെ ജീവിക്കാനും പറ്റില്ല. പക്ഷെ അമ്മയുടെ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്നറിയോ? അമ്മയുടെ കൂടെ വേണം രാത്രി എല്ലാം കിടക്കാൻ. പക്ഷെ ഈ 2 പ്രായപൂർത്തി ആൺപിള്ളേരുടെ സ്വഭാവത്തിൽ അവരുടെ പക്വതയില്ലാത്ത, ബുദ്ധിപരമായ വികാസമില്ലാത്തതിന്റെ ഫലമായി ലൈംഗികതയെ നിയന്ത്രിക്കാനാവാത്തതുകൊണ്ട് പെങ്ങന്മാരോട് എങ്ങനെ പെരുമാറുമെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് കുഴപ്പമുണ്ട്. ഈ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് അപ്പുറത്തെ മുറിക്കെടുത്താൽ അവരെ കരഞ്ഞുകൊണ്ടിരുന്നു. എന്ത് ചെയ്യും? എന്നിട്ട് ഈ അമ്മ എന്നോട് പറഞ്ഞെന്തെന്നറിയാമോ? വീടിന്റെ മുറിയുടെ നടുവിൽ നാട്ടുകാരുണ്ടാക്കി കൊടുത്ത സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള ഒരു ഡിവിഷൻ, മുകളിൽ മുതൽ താഴെ വരെ. ഒരു വശത്ത് ഈ 4 പെൺപിള്ളേർ, 2 ആൺപിള്ളേർ ഇപ്പുറത്ത് കിടക്കും. അവരുടെ കൂടെ അമ്മയെ കിടക്കും. എലിഗ്രഹത്തിൽ ശിവക്കൊന്നുണ്ട്. നാട്ടുകാർ ഒത്തിരി ഉപകാരം ചെയ്ത് വികാരിച്ച നാട്ടുകാരൊക്കെ കൂടെ ചെയ്തു. ഈ അമ്മയെ ഒരു പുണ്യവതിയാണ്, ജീവിക്കുന്ന വിശുദ്ധ. ഞാൻ ടീച്ചേഴ്സ് നിങ്ങളോട് പറയില്ല, നിങ്ങൾ അവരെ സഹായിക്കാൻ വേണ്ടി അവർ ടീച്ചേഴ്സിനോട് ചോദിക്കുകയും ചെയ്യരുത്. ഇപ്പൊ അവർക്ക് നമ്മുടെ ആരുടെ സഹായം വേണ്ട. അതുകൊണ്ട് നിങ്ങൾ അക്കാര്യം ടീച്ചേഴ്സിനോട് ചോദിക്കണം. അവരെ സഹായിക്കാൻ ഒത്തിരി പേരുണ്ട് ഇപ്പം. അപ്പൊ അതുകൊണ്ട് കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ ആളെ തിരിച്ചറിയാൻ കേട്ടവർ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ നിങ്ങളെ സഹായിക്കാൻ വന്നാലും ഞാൻ അക്കാര്യം നോയെ പറയുള്ളൂ. എന്തുമാട്ടെ, ഈ അമ്മ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നമ്മൾ സംസാരിക്കില്ല. ഈ ഭർത്താവിനെ മാതാവിനെ നിർബന്ധിച്ച് ഇവർക്ക് കെട്ടിച്ചു കൊടുത്തത്. ഇവൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇവളെ കെട്ടാൻ വേണ്ടി ഒരു അധ്യാപകൻ തയ്യാറായി. ഇവള് ടീച്ചറായിരുന്നു. അവളെ കെട്ടാൻ തയ്യാറായി. പക്ഷേ അപ്പനും അമ്മയും ഈ ആളെ കൊടുത്തു. പക്ഷേ ഒത്തിരി സ്വത്തുണ്ടായിരുന്നു അയാൾക്ക്. അത് കണ്ടുകൊണ്ടാണ് അപ്പനും അമ്മയും ഒരു വിഡ്ഢിത്തരം കാണിച്ചത്. ഞാൻ അങ്ങനെ പറയുന്നതിന്റെ വാക്ക് ഞാൻ പിൻവലിക്കുന്നു. ഈ ഒരു തെറ്റ് ചെയ്തു പണം കണ്ടോളൂ. പക്ഷേ ഈ ഭർത്താവിന്റെ മരണശേഷം അവന്റെ പേരിൽ അപ്പൻ എഴുതി കൊടുക്കേണ്ട സ്വത്ത് കൊടുത്തില്ല. അതുകൊണ്ട് അമ്മ വഴിയാധാരമായി, ഈ മക്കൾ വഴിയാധാരമായി. ആ മരിച്ചുപോയ ഭർത്താവിന്റെ മാതാപിതാക്കൾക്ക് ഇപ്പോൾ അവരുടെ കൈവശം ഇരിക്കുന്ന ഓരോ സെന്റ് ഭൂമി, ഓരോ മൺതരിയും അവരുടെ കുടുംബത്തിൽ പിശാച് അധിവാസം നടത്താൻ കാരണമായി തീരും. ഇതിനാ ശാപമൊക്കെ പറയുന്നത്. അനീതിയുടെ, അധാർമികതയുടെ, മാരക പാപത്തിന്റെ ബന്ധനം അവരുടെ കുടുംബത്തിൽ ശാപമായി കയറിയിട്ടുണ്ട്. ഞാനും അവിടുത്തെ കൊറോണ വികാരിച്ച ആ വീട്ടിൽ ചെന്ന് അവരോട് പറഞ്ഞു, ഇവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്ക്. അപ്പോൾ
അപ്പന്റെ വായിൽ നിന്ന് 90 വയസ്സ് അപ്പന്റെ വായിൽ നിന്ന് ഒരു വാക്ക് വിടും, പശു ചത്ത് മോരിലെ പുളി പോയി, ഇനി എന്ത് ബന്ധം? എന്തിനാണ് ഈ കുന്നുകൂട്ടി വെച്ച സമ്പത്ത് ബാക്കിയുള്ള 3 മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്? ആ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമാകുമോ അത്? അവരുടെ മരിച്ചുപോയ മകന്റെ ഭാര്യയുടെ മക്കളുടെയും പേര് കൊടുക്കേണ്ട സ്വത്ത് കൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുന്നവര് പിശാചിന്റെ വലിയ അധിവാസത്തിനാണ് ഇവരിപ്പോൾ അംഗീകാരം കൊടുത്തിരിക്കുന്നത്. ഞാൻ തിരിച്ചു വരട്ടെ. ഈ അമ്മ എന്നോട് പറഞ്ഞത്, അച്ഛന്റെ ധ്യാനം ഞാൻ ഈ കുഞ്ഞുങ്ങളുമായി കൊണ്ട് പണ്ടുകൂടി. ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ അന്ന് എൻ്റെ ജീവിച്ചിരിക്കുന്ന ചേച്ചി ഉണ്ടായിരുന്നു, ഒരു ഏകസ്ഥയായിട്ട് ജീവിക്കുന്ന ചേച്ചി. ഈ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ജീവിതം കല്യാണം പോലും വേണ്ടെന്ന് വെച്ച് എൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറായി. ആ ചേച്ചി ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വരും. അവിടെ വന്ന് അച്ഛൻ്റെ ധ്യാനം കോട്ടയിൽ വന്ന് കൂടി. അന്ന് അച്ഛൻ പറഞ്ഞു, കുടുംബജീവിതം ഒരു ബലിജീവിതമാണ്, പൗരോഹിത്യം ഒരു ബലിജീവിതമാണ്, സന്യാസം ഒരു ബലിജീവിതമാണ്. അങ്ങനെയാണെങ്കിൽ ബലിജീവിതത്തിൽ സഹനമാണ്. അതിനെ യേശുവിന്റെ ബലിയോട് ചേർത്താൽ ഫലം തീർച്ച. മാരക രോഗമാകട്ടെ, സാമ്പത്തിക ദുരിതമാകട്ടെ, കടബാധ്യതയാകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടപരമായ ദുരന്തമാകട്ടെ, അത് മുഴുവനും നല്ല കടനെ പോലെ യേശുവിനെ കുരിശോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ട കുരിശായി മാറുകയും സ്വർഗം നമുക്ക് കിട്ടുകയും ചെയ്യും. നിത്യരക്ഷ ഉറപ്പാണ്. ഈ അമ്മ ഇത്രയും തേജസ്സുള്ള മുഖമുള്ള, ഇത്രയും പ്രോബ്ലം വഹിച്ചിട്ടും തേജസ്സുള്ള മുഖമുള്ള ഒരു അമ്മ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത്രമാത്രം തേജസ്സുള്ള മുഖമുള്ള 6 മക്കളും മന്ദബുദ്ധികളായിട്ടും വികലാംഗരായിട്ടും അതിന്റെ പേരിൽ ഒരു നിമിഷം പോലും ആരെയും വഴി പറയാതെ, ഭർത്താവിന്റെ വീട്ടുകാരെ പോലും കുറ്റം പറയുന്നില്ല, സ്വത്ത് കിട്ടാത്തതിന് പരാതിയില്ല. എന്നോട് പറഞ്ഞെന്താണെന്നറിയോ? അവർക്ക് നല്ല മനസ്സോടെ നമുക്ക് തരാൻ തോന്നിയാൽ ആ തരുന്നതിലെ അനുഗ്രഹം ഉണ്ടാവും. അച്ഛാ, നല്ല മനസ്സോടെ അല്ല തരുന്നെങ്കിൽ അതിന് അനുഗ്രഹം വരില്ല. പക്ഷേ ദൈവം ഞങ്ങൾക്ക് എത്ര മാലാഖമാരെ ലോകത്തിലേക്ക് അയച്ചു തന്നു, എത്ര അച്ഛന്മാരും എത്ര സിസ്റ്റേഴ്സും എത്ര മെത്രാന്മാരും എത്ര നല്ല മനുഷ്യരും ഞങ്ങളെ സഹായിക്കുന്നു. ഇതുവരെ ഒരു നേരത്തെ പക്ഷെ ഞങ്ങൾക്ക് മുടക്കിയിട്ടില്ല. മരുന്നിന് മരുന്ന്, ചികിത്സയ്ക്ക് ചികിത്സ, എല്ലാം ദൈവം അതിനോട് തരുന്നുണ്ട്. എന്നോട് പലരും പറഞ്ഞത്, ഈ അമ്മയുടെ മുഖത്ത് നോക്കിയാൽ അവരെ സഹായിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ? അവരുടെ ഉള്ളിൽ ഈ വിശ്വാസം നിറവുണ്ടായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു 20 മിനിറ്റ് കൂടി ഞാനിത് പറഞ്ഞ് ഇന്നത്തെ ആരാധനയ്ക്ക് പ്രവേശിക്കാം. ഒന്ന് എഴുന്നേറ്റ് കൈകളെ ഉയർത്തിപ്പിടിച്ച് ഏറ്റവും വലിയ കർത്താവായ ഈശോയെ, ഈ നിമിഷം വരെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഈ രാത്രിയിൽ ഞങ്ങളുടെ ആത്മീയ ജീവിത നവോത്ഥാനത്തിന്, നവീകരണത്തിന്, വിശുദ്ധീകരണത്തിന്, അഭിഷേകത്തിന് ഏറ്റവും അനിവാര്യമായ വിശ്വാസം എന്ന സുഹൃതത്തെ കുറിച്ച് ഞങ്ങളോട് അങ്ങ് സംസാരിച്ചല്ലോ. ഞങ്ങൾക്ക് സത്യവിശ്വാസം നൽകണമേ, അടിയുറച്ച വിശ്വാസം നൽകണമേ, കലർപ്പില്ലാത്ത വിശ്വാസം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 20 മിനിറ്റ് പറഞ്ഞിട്ട് ഞാൻ ആരാധനയ്ക്ക് പ്രവേശിക്കുകയും സത്യവിശ്വാസം, അടിയുറച്ച വിശ്വാസം, കലർപ്പില്ലാത്ത വിശ്വാസം. കോട്ടയാശ്രമത്തിലൊരു അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞ, അച്ഛനെ ഇതൊന്ന് വ്യഞ്ചരിക്കാൻ പറഞ്ഞു, ഒരു പൊതിയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് തിരക്കിലായതുകൊണ്ട് വ്യഞ്ചരിക്കാൻ പറ്റിയെങ്കിലും കർത്താവിന്റെ കൈ തടഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇത് സംതിങ്. ഞാൻ എന്താ ഇത്? അത് അല്പം മണ്ണാണ്. ഞാൻ പറയാം, അതെന്തിനാ? മണ്ണ് അച്ഛൻ വ്യഞ്ചരിച്ച് വീട്ടിൽ കൊണ്ടിടാനായിട്ട് പറഞ്ഞു, അതിന്റെ പേരിലാണ് ഞാൻ വന്നത്. നമ്മൾ എവിടുന്ന് കൊണ്ടുവന്ന മണ്ണ്? അപ്പൊ പറഞ്ഞു, കോട്ടയാശ്രമത്തിൽ വലിയ മണ്ണാണ്. ഞാൻ പറഞ്ഞ പൊന്നു പെങ്ങളെ, വരുന്നവരെല്ലാം കോട്ടയിൽ നിന്ന് മണ്ണ് വലിയ അവസാനം കോട്ടക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടാവും, കോട്ടയാശ്രമം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു,
ആരാ പറഞ്ഞ എനിക്ക് മണ്ണ് വാരി കൊണ്ടുവരാൻ? കേട്ടാൽ വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ഈ പറഞ്ഞ ആള് തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു ചാത്തൻ സേവ മഠത്തിൽ പോയി എന്തുകൊണ്ട് പെൺമക്കളുടെ കല്യാണം നടക്കുന്നില്ല എന്നറിയാൻ വേണ്ടി. ചാത്തൻ സേവാ മഠത്തിലെ ആള് പറഞ്ഞു, നിങ്ങൾ കോട്ടയിൽ നിന്ന് കുറച്ച് മണ്ണ് വാരി അവിടുത്തെ അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് ഇവിടെ കൊണ്ടുപോയി ഞാനും പ്രാർത്ഥിക്കാം. ഈ മഹാമണ്ടി ഇതെല്ലാ ഗണത്തിലുണ്ട്. സൂക്രി, ലാക്രി, മാക്രി, ഓക്രി എല്ലാത്തിലുണ്ട്. സൂക്രി സുനിയാക്രിസ്, ലാക്രി ലത്യക്രിസ്, മാക്രി മലക്രിസ്, ഓക്രി കോട്ടയക്രിസ്, എല്ലാ ഗണത്തിൽപ്പെട്ടവരും ഇത്. ഇവര് ചാത്തൻ സഭ മഠത്തിലെ നിർദ്ദേശം അനുസരിച്ച് അതിൻ്റെ അടുത്ത് അനുഗ്രഹം വാങ്ങാൻ വന്നിരിക്കുക. അതായത് പണ്ടൊരു കഥ കേട്ടിട്ടില്ലേ? കഥയാണ്. ഗേബ്രിയേൽ സുന്നാളിന്റെ രൂപം കണ്ടപ്പം അവിടെ നേർച്ചയിട്ടിട്ട് തൊട്ടുമുത്തിട്ട് പോകുന്ന വഴിക്ക് ഗേബ്രിയേൽ സുന്നാളിന്റെ താഴെയുള്ള വലിയൊരു ഡ്രാഗനല്ലേ, അതിനും തൊട്ടുമുട്ടി. അതെന്തിനാ? അല്ല, അങ്ങോട്ടല്ലെങ്കിൽ ഇങ്ങോട്ടാണെങ്കിൽ ഒരു കൂട്ട് വേണ്ടേ? അത് ഞാൻ കുട്ടിയത് ആ കഥയ്ക്കകത്തോട്ട്. ആ കഥയ്ക്കകത്ത് ഇതില്ലായിരുന്നു ഒറിജിനൽ കഥയിൽ. ആ പൊട്ടക്കഥയ്ക്കകത്ത് ഞാനൊരു പൊട്ടത്തരം കുടിച്ചത്, കാരണം ഞാൻ കോട്ടയിൽ വന്നതായതുകൊണ്ടാണ് ഞാൻ കുടിച്ചത്. ഓക്കെ, അപ്പം ഇതാണ് അഡൾട്രേറ്റഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഞാൻ സ്ഥലപ്പേര് പറയണമെന്നാണ്. പറഞ്ഞതില്ലേ, എരുമേലിയിൽ ഒരു കുടുംബം, മകളെ കല്യാണം നടക്കുന്നില്ല. ഒറ്റ മകളെ ഏതാണ്ട് 120 ഏക്കർ റബ്ബർ തോട്ടം സ്വന്തമായിട്ട് തോട്ടം, ഏലവും റബ്ബറും കൂടെ ഉള്ളത്. അയ്യോ, നിങ്ങൾ എരുമേലി 120 ഏക്കർ ഭൂമി ആർക്കാ ഉള്ളത് അന്വേഷിച്ച് പോകുന്നെങ്കിൽ വേണ്ടി അറിയാവാണ്ട് പറഞ്ഞു. ഞാൻ തൂത്ത് കിടത്തിരിക്കുന്നു. 12 ഏക്കർ ഭൂമി മാറ്റി പറഞ്ഞു. അല്ല, നിങ്ങൾ ചിലത് എഴുതിയെടുക്കുന്നതായിട്ട് എന്തിനാ എനിക്ക് മനസ്സിലായി. കഷ്ടം. സ്ഥലത്തിന്റെ പേരും പറഞ്ഞു. ഈ ആളുടെ മകളുടെ കല്യാണം നടക്കുന്നത് ഉന്നത വിദ്യാഭ്യാസമുള്ള സുന്ദരിയായ പെണ്ണ്. ഒരല്പം തടിയുണ്ട്, പക്ഷെ വലിയ തടി, ഒബേസിറ്റി എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ഒരു ആവറേജ് സൗന്ദര്യമൊക്കെയുള്ള നല്ല പെണ്ണ്, നല്ല സ്വഭാവമാണ്. കല്യാണം നടക്കുന്നില്ല. അപ്പൊ ഞാൻ ഇവരോട് വേണ്ടി പോട്ടേക്ക് വന്ന് നിങ്ങൾ 3 പേരുടെ അപ്പനും അമ്മയും മകളുടെ ധ്യാനം കൊണ്ടാൻ പറഞ്ഞു. ധ്യാനത്തിന് അന്ന് ഞാൻ പോട്ടയുടെ ഡയറക്ടർ. 1990-96 വരെ ഞാൻ പോട്ടയിൽ. അപ്പോൾ ഞാൻ ഒരാളുടെ ഇവരെ കൗൺസിലിംഗ് വിട്ടു. കൗൺസിലിംഗ് നടത്തുന്ന വിജയ എന്ന് പറയുന്ന ഹൈന്ദവയായിരുന്ന ഇപ്പം വിശ്വാസിയായിരിക്കുന്ന ഒരു സ്ത്രീയാണ്. വിജയ ഇവരോട് ഒരു കാര്യം പറഞ്ഞിട്ട് ഇവർ വിജയോട് തർക്കിക്കാൻ തുടങ്ങി. നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടോ? അപ്പോ വിജയ എൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവന്നു. എന്താ കേസ് ഞാൻ ചോദിച്ചപ്പോൾ ഇയാൾ ദേഷ്യപ്പെടുക. അല്ല, നിങ്ങളുടെ ഈ അന്ധവിശ്വാസം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാനുണ്ട്. ഈ സ്ത്രീ പണ്ട് ഹിന്ദുവല്ലായിരുന്നു, ഇപ്പം അതുകൊണ്ടാണ് അന്ധവിശ്വാസം. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പോൾ വിജയ പറഞ്ഞ, അച്ഛാ, ഈ പെണ്ണിന്റെ ജാതകം എഴുതി വീട്ടിൽ വെച്ചിട്ടുണ്ട്. ആ ജാതകം എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ ബ്ലോക്ക്. ഇവര് ജാതക പ്രകാരം എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. രാഹുകാലം അതും ഇതൊക്കെ നോക്കും. അപ്പോൾ അതാണ് ഈ കുഞ്ഞിന്റെ വിവാഹ തടസ്സം പറഞ്ഞാലാണ് ഇയാള് അന്ധവിശ്വാസം എന്ന് വിജയോട് പറഞ്ഞത്. അപ്പൊ ഇയാൾ എന്നോട് പറയുന്നത്, അച്ഛൻ എന്താ ഈ പറയുന്നത്? വൈദ്യശാസ്ത്രമല്ല, ലോകത്തിലെ ശാസ്ത്രത്തിൽ വളർന്ന കാലത്ത് ഈശോ ജനിച്ച സമയത്ത് പോലും ജ്യോതിഷപ്രകാരമല്ല പൂജാരാജക്കന്മാർ ഈശോയെ കാണാമെന്നത്. ഞാൻ തല കൈ വെച്ചു. ഒരു പച്ചക്രിസ്ത്യാനി, മഹാക്രിസ്ത്യാനി, ഇടവകയിലെ കൈക്കാരനും വേദപാഠ അധ്യാപകനും വരയ്ക്കുന്ന മഹാൻ എന്നോട് ദൈവം പിന്നെ ഞാൻ അവിടെയാണ് പറയുന്നത്. ഇപ്പൊ അയാൾ അങ്ങനെയൊന്നും അല്ല, അവിടെയൊന്നും ഇല്ല. കോട്ടെ ഞാൻ പറഞ്ഞു, സഹോദര, ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും രണ്ടെണ്ണമുണ്ട്. ജ്യോതിഷം ഒരുവൻ ജനിച്ച സമയം, ഗ്രഹനില ഇവ നോക്കിയവരുടെ ഭാവി പ്രവചിക്കുന്ന പരിപാടിയാണ് ജ്യോതിഷം. അതിന് ആസ്ട്രോളജി എന്ന് പറയും. ജ്യോതിശാസ്ത്രം സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ ഇവയെക്കുറിച്ച് ശാസ്ത്രീയ ഉപകരണങ്ങളുടെ സഹായത്തോടെ നടത്തുന്ന പഠനമാണ് ജ്യോതിശാസ്ത്രം, ആസ്ട്രോണമി. അത് സയന്റിഫിക് ആണ്. യേശുവിന്റെ പിറവിയുടെ സമയത്തോട്ട് ആസ്ട്രോണമിയാണ്, ആസ്ട്രോളജി അല്ല.
ഓട്ടോയിട്ട് ഇയാൾ എന്നോട് ഇതൊക്കെ അച്ഛനോടാണ് പറഞ്ഞത്. എനിക്ക് അശ്യം വന്നു. എനിക്ക് ഇന്നത്തെ പോലെ തന്നെ പെട്ടെന്ന് അശ്യം വരും. ഞാൻ ചോദിച്ചു, ഇതങ്ങനെ അല്ലെന്ന് തന്നോട് ആരാ പറഞ്ഞത് ചോദിച്ചു. എൻ്റെ പ്രായം അങ്ങനെ അല്ല തന്നോട്, എൻ്റെ പ്രായമല്ല കേട്ടോ സ്കൂളിൽ. എനിക്ക് അശ്യം വന്നുകൊണ്ട് ഞാനങ്ങനെ തന്നോട് പറഞ്ഞു. കാരണം ഇയാൾ അന്ധവിശ്വാസം അടിവെക്കുന്ന മാത്രമല്ല, ഒരു സ്ഥലത്ത് എല്ലാ വർഷവും അയാൾ ജോലിക്കാരെ പറഞ്ഞു വിട്ടിട്ട് അവിടുന്ന് കിട്ടുന്ന അരവണ കൊണ്ടുവന്ന് തൻ്റെ ജോലിക്കാർക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും. വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഒന്നാം പ്രമാണ ലംഘനമാണത്. സത്യവിശ്വാസത്തിനെതിരായ കലർപ്പുള്ള വിശ്വാസമാണ്. അപ്പോൾ സത്യവിശ്വാസം, അടിയുറച്ച വിശ്വാസം, കലർപ്പില്ലാത്ത വിശ്വാസം, അത്ര പറഞ്ഞ് 15 മിനിറ്റ് ഞാനത് ബാക്കി പറയട്ടെ. ഹെസക്കിയ രാജാവ് എന്നിട്ട് ആ ഇവരോട് ഞാൻ പശ്ചാത്തലത്തിൽ ഞാൻ പറഞ്ഞ ധ്യാനം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, തിരിച്ച് വീട്ടിൽ പോകണ്ട, ഗുരുകൂർ ഒരാഴ്ച ധ്യാനം കൂടിയിട്ട് കോട്ടയിലേക്ക് ധ്യാനം ഗുരുകൂർക്ക് വിട്ടു. അവിടെ വെച്ച് ഇയാളുടെ തൊട്ട് മുമ്പിൽ ഇന്നിരുന്നൊരു മഹാരോഗിയുടെ സൗഖ്യം കണ്ട് ഇയാള് വിശ്വാസത്തിലേക്ക് വരികയും തിരിച്ചു കോട്ടയിൽ ഒരു ശനിയാഴ്ച ശുശ്രൂഷയ്ക്ക് വന്ന് ഞാൻ എൻ്റെ എല്ലാ തെറ്റുകളും തിരുത്തുന്നെന്ന് പറഞ്ഞ് തിരുത്തി. അതെൻ്റെ കാര്യം അവിടെ പറയുന്നില്ല. ഒറ്റ വർഷത്തിനുള്ളിൽ തന്നെ കല്യാണം നടന്നു. അവിടെ പിന്നീട് പലതവണ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളുമായിട്ട്. ഞാൻ ചുരുക്കി പറയട്ടെ, ഈ സത്യവിശ്വാസം അത് നമ്മൾ ജ്വലിച്ച തീപ്പന്തമായി മാറണമെങ്കിൽ രണ്ടാമത്തെ കൊണ്ടി വേണം. അവൻ കർത്താവരോട് വിശ്വസ്തത പുലർത്തി. വിശ്വസ്തത, ഫിഡലിറ്റി, ഫെയ്ത്ത്ഫുൾനെസ്, അതെന്താന്ന് അറിയോ? ദൈവത്തോടുള്ള വിശ്വസ്തത, അതാണ് അടിസ്ഥാനം. 2, എന്നോട് തന്നെയുള്ള വിശ്വസ്തത. 3, മറ്റുള്ളവരോടുള്ള വിശ്വസ്തത. 4, ജീവിതാന്തസ്സിനോടുള്ള വിശ്വസ്തത, സ്റ്റേറ്റ് ഓഫ് ലൈഫ്, കുടുംബജീവിതം, സന്യാസം, പൗരോഹിക ജീവിതാന്തസ്സുകൾ, അതിനോടുള്ള വിശ്വസ്തത. അത് കഴിയുമ്പോഴാണ് പ്രൊഫഷൻ അല്ലെ കരിയർ അല്ലെ ജോലിയോടുള്ള വിശ്വസ്തത. എന്തുകൊണ്ട് ജോലിയോടുള്ള വിശ്വസ്തത ഇല്ലാതെ വരുന്നു? ഒരു പെൺകുട്ടി അമ്മ എൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ട് വലിക്കുന്നത് ഗുരുകൂര് ബോംബെയിൽ ഒരു പെണ്ണാണ്. എനിക്കറിയാവുന്ന കുടുംബമാണ്. അവളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു പേടി. സത്യം പറയട്ടെ, ഒരു പൈശാചികത. അവളെ ഇങ്ങനെ നോക്കുന്നത്, ഇങ്ങനെ തുറിച്ച് കരുവാട് സമുദ്രം എൻ്റെ അടുത്ത് ഓടി വരികയും അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ പിടിച്ച് കുറെ നേരം നടക്കുകയും ചെയ്ത കൊച്ചു പെൺകുട്ടിയുടെ കാലത്തിലൂടെ എനിക്കറിയാം. 7 വയസ്സ് മുതൽ എനിക്കറിയാവുന്ന പെൺകുട്ടിയാണ്. അവിടെ എന്നോട്, അപ്പനോട് കാണിക്കുന്ന, അങ്കിളിനോട് കാണിക്കുന്ന മാന്യമായ വിശുദ്ധമായ സ്നേഹം കൊണ്ട പെൺകുട്ടി ഇപ്പൊ എന്നെ വെറുപ്പോടും അറപ്പോടും കൂടെ തുറച്ചു നോക്കുന്നു. എനിക്ക് മനസ്സിലായി, പരിശുദ്ധാത്മാവല്ല ഇപ്പൊ അവളെ ഇങ്ങനെ പ്രകോപിപ്പിക്കുന്നത്. അവളെ ഞാൻ ഒരാളുടെ അടുത്ത് കൗൺസിലിങ്ങിന് പറഞ്ഞു വിട്ടു. കൗൺസിലർ ഒരു യുവതിയാണ്. അവര് ഇവിടെ കൊണ്ട് എന്നെ തോന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇപ്പൊ നേഴ്സാണ്. ഈ നേഴ്സായിരിക്കുന്ന പെൺകുട്ടി ജോലി സ്ഥലത്ത് വെച്ച് അവളുടെ ജോലിയിലുള്ള അവിശ്വസ്തത നിമിത്തം ഒരാൾ മരിച്ചു. മെഡിക്കൽ ലൈനിലുള്ളവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഒരു ചെറിയ നോട്ടക്കുറവ് കൊണ്ടോ വീഴ്ച കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ തെറ്റായ തീരുമാനം കൊണ്ടോ ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ 5-ാം പ്രമാണ ലംഘനത്തിന്റെ മാരക പാപത്തിന്റെ തിന്മ നിങ്ങളിലുണ്ട്. ഒരു ഹോസ്പിറ്റല് എന്നെ ആൻജിയോഗ്രാം നടത്താൻ വേണ്ടി എൻ്റെ സുഹൃത്തായ ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് കയറ്റി 10-15 വർഷം മുമ്പ്. അപ്പൊ ആൻജിയോഗ്രാം നടത്തി. അപ്പൊ നടത്തുന്നതിന് മുമ്പ് പുള്ളിയുടെ ഡിസൈപ്പിൾസ് അല്ലെ സ്റ്റുഡൻസ് ആയിരിക്കുന്ന ഒരു 4 ഡോക്ടർമാർ ആ മുറിയിൽ എൻ്റെ ആൻജിയോഗ്രാം ചെയ്യാനായിട്ട് എല്ലാം റെഡിയാക്കുന്നു. അതിന് കുഴപ്പമൊന്നും കണ്ടില്ല. അപ്പൊ ചിലർ ചോദിക്കുന്നത് അച്ഛനോട് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, ഹൃദയശൂന്യൻ എന്ന് പറഞ്ഞേക്കരുത്. അപ്പോൾ തൊട്ട് സ്ക്രീനിന്റെ ഒരു കട്ടനപ്പുറത്ത് വേറെ ആളുടെ ആൻജിയോഗ്രാം ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഈ ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, പേഷ്യന്റ്. അപ്പൊ എനിക്ക് ചോദിക്കാൻ പറ്റില്ല, കാരണം ഞാനിപ്പോ മെഡിക്കൽ കെയർ കിടക്കുന്നതാണ്. ഞാൻ ഇതിൽ ഡോക്ടറെ ചോദിച്ചു, നത്തിങ് ഫാദർ, ഡോണ്ട് വറി, അച്ഛൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നു പറഞ്ഞ പുള്ളി മലയാളിയല്ല, ഡോക്ടർ തുറൈരാജ്, തമിഴ്.
എൻ്റെ ആരോഗ്യം കഴിഞ്ഞ് എനിക്ക് കുഴപ്പമില്ല, ഞാൻ മുന്നിൽ റെസ്റ്റ് എടുക്കും. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ആ പേഷ്യൻ്റ് മരിച്ചാണ്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ഇയാൾ ഈ ഡൈ ഇങ്ങനെ പുഷ് ചെയ്തത് ഇങ്ങനെ തള്ളി തള്ളി സ്പീഡ് കയറ്റി പണി തീർക്കാൻ വേണ്ടി. ആ സ്പീഡിൻ്റെ അകത്ത് ഡൈ അകത്ത് വെച്ച് ഓടിക്കുന്നു. പേഷ്യൻ്റ് അവിടെ വെച്ച് കാർഡിയക് അറസ്റ്റ് മരിച്ചു. എന്നിട്ട് സർട്ടിഫിക്കറ്റിൽ അയാൾ എഴുതി വെച്ചു പേഷ്യൻ്റ് ഡൈഡ് വിത്ത് കാർഡിയക് അറസ്റ്റ് ഡ്യൂറിംഗ് ദ ആൻജിയോഗ്രാം എഴുതി വെച്ചു. ഇവന്റെ അശ്രദ്ധയുള്ള മരിച്ചതെന്ന് ഈ ഡോക്ടർ അന്നേരം തന്നെ എന്നോട് പറഞ്ഞു. പക്ഷെ മെഡിക്കൽ സയൻസിൽ അങ്ങനെ ഒരു അപകടം കിടപ്പുണ്ട്. അതായത് മറ്റൊരാളുടെ ജീവിതം നമ്മൾ വില കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലികളോട് നമ്മൾ വിശ്വാസം പുലർത്തണം. ഡ്രൈവർ ആകട്ടെ, വയനാട്ടിൽ നിന്ന് ഒരു ബസ് ഇറങ്ങി വരികയാണ്. ഒരു ഡ്രൈവർ മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ട് ഹെയർ പിൻ വളവൊക്കത്തിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളെല്ലാം ബഹളം വെക്കുന്നുണ്ട്. കണ്ടക്ടറോട് ഞങ്ങൾ പറഞ്ഞപ്പോൾ, ഞാനും പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അപ്പോൾ കണ്ടക്ടർ അയാളോട് പറഞ്ഞു എനിക്ക് പറയാൻ പറ്റില്ല, മഹാചൂടന പറഞ്ഞേക്കൊക്കെ എന്ന് പറഞ്ഞു. വലിയ നിയമലംഘനം ഒരു ഡ്രൈവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. എനിക്കൊരു ഡ്രൈവർ ഡൽഹിയിൽ ധ്യാന കേന്ദ്രത്തിലുണ്ടായിരുന്നു. അവൻ കാഴ്ച കണ്ണിന് ഉൾപ്പെടെ ഫോൺ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നോക്കുന്നത്. എന്നിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യും. 50-80 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന വണ്ടിയിൽ വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാലും അവസാനം ഞാൻ അവരെ ശാസിച്ചിട്ട് അവരുടെ മൊബൈൽ ഫോൺ എടുത്ത് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു, കംപ്ലീറ്റ് ഓഫ് ചെയ്തു. പക്ഷേ എന്തോ ഒരു അടയാളം ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ആവുമെന്ന് പറഞ്ഞ ആ ഫോൺ പിന്നെ ഓണാകുന്നില്ല. വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തു. അവർ പറഞ്ഞു മാർഗയാണ്, ഖരാബ് ഹോഗയാന്നല്ല അയാൾ പറഞ്ഞത്, മാർഗയാണെന്ന് പറഞ്ഞു. സത്ത് പോയാഴ്ച. അത് കഴിഞ്ഞ് ഞാൻ ഡൽഹിയിൽ നിന്ന് മാറി. അത് കഴിഞ്ഞ് ഞാനൊരു വാർത്ത കേട്ടു. ഒരു കാറ് ഓടിച്ച്, അവിടുന്ന് വാങ്ങിയൊരു കാറ് ഓടിച്ച് വേറൊരാൾക്ക് വേണ്ടി ഇവനും ഞാൻ ട്രെയിനിൽ ടിക്കറ്റ് അറേഞ്ച് കൊടുത്ത ഒരു ഞങ്ങളുടെ ഡ്രൈവറുണ്ട്, അവനങ്ങളുടെ കൂടി കേരളത്തിലേക്ക് പോരുന്ന വഴിക്ക് ഇതേ മണ്ടത്തരം കാണിച്ച് ഒരു ട്രക്കുമായിട്ട് കൂട്ടി ഇടിച്ച് ഇവൻ അബോധാവസ്ഥയിൽ അവന്റെ ഈ മുഖമെല്ലാം കീറിപ്പറിക്കുക. എൻ്റെ ഡ്രൈവർ പിന്നീട് 5, 8, 10 പ്ലാസ്റ്റിക് സർജറിയോ ഒക്കെ നടത്തി ആണ് അവന് ഒരുമാതിരിയൊക്കെ മനുഷ്യത്വം. പക്ഷെ അവൻ ഇതിനടുത്ത് ധ്യാനിക്കാൻ വന്നപ്പോൾ അവൻ മനുഷ്യത്വമൊന്നും ഇല്ല. എന്നാൽ അവൻ ഇവന്റെ കൂടെ പോയപ്പോൾ ഞാൻ ടിക്കറ്റ് ട്രെയിൻ എടുത്ത് കൊടുത്തതാണ്. മറ്റവനാകട്ടെ അബോധാവസ്ഥയിലായവൻ അവിടെ വലിയൊരു ഹോസ്പിറ്റൽ, പത്തനംതിട്ട വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അവിടെ കിടന്ന് മരിച്ചത്. അത് കഴിഞ്ഞ് അപ്പൻ എന്നോട് പറഞ്ഞു ഇവരിങ്ങനെ മരിച്ചെങ്കിൽ അത്ഭുതമുള്ളൂ എന്നാണ് എന്നോട് പറയുകയും ചെയ്തു. നമ്മുടെ ജോലികളോടുള്ള വിശ്വസ്തതയ്ക്ക് അടിസ്ഥാന കാരണം എന്താ? കാരണം ഇവരുടെ ജീവിതം അത്രമാത്രം മോശമായിരുന്നു. ജോലിയോട് വിശ്വസ്തത, കരിയറിനോട് പ്രൊഫഷണൽ വിശ്വസ്തത ഉണ്ടാകണമെങ്കിൽ ദൈവത്തോടുള്ള വിശ്വസ്തത വേണം, എന്നോട് തന്നെയുള്ള വിശ്വസ്ത വേണം, മറ്റുള്ളവരുടെ വിശ്വസ്ത വേണം, ജീവിതാന്തസ്സോട് വിശ്വസ്ത വേണം. എന്തുകൊണ്ടാണ് ജീവിതാന്തസ്സിൽ അവിശ്വസ്തത വരുന്നത്? ഇൻഫിഡലിറ്റി, അൺഫെയ്ത്ത്ഫുൾനെസ് ടു ദ ഫാമിലി ലൈഫ് ഓർ പ്രീസ്ലി ലൈഫ് ഓർ റിലീജിയസ് ലൈഫ്. എന്തുകൊണ്ട്? ലോകത്തിന്റെ കുറ്റമൊന്നുമല്ല. ഒരാൾ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുക, ഞാൻ ചോദിച്ചു, എന്നെ ഒരു മുഖത്തേക്ക് നോക്കി, എന്നിട്ട് ഇങ്ങനെ നോക്കി എന്നോട് എന്നെ സഹായിക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു എന്താണ്? എൻ്റെ ബിഷപ്പിനെ ഒന്ന് കാണാവോ? ഞാൻ പറഞ്ഞു അറിയോ പ്രീസ്റ്റ്? ആയിരുന്നു. ഇപ്പോഴും അല്ല. എന്ത് പറ്റി? ഡിസ്മിസ്ഡ്. കാരണം എന്താ? ഒരു തെറ്റിയത്, ഗുരുതരമായ തെറ്റ്. ഞാൻ ചോദിച്ചു ഞാനെന്താ ചെയ്യേണ്ടത്? അച്ഛൻ ആ ബിഷപ്പിന്റെ മാനസാന്തരത്തിനായിട്ട് പ്രാർത്ഥിക്കും. പണ്ട് കുമ്പസാരിക്കാൻ മുട്ടുകുത്തിയൊരു കൊച്ചൻ്റെ ഉൾപ്പെടുത്തു വന്ന് ഇങ്ങനെ പറഞ്ഞതുപോലെ, പിതാവെ ഭാവി എന്നോട് ക്ഷമിക്കണേ എന്നല്ലേ കുമ്പസാരത്തിൽ ആദ്യം പറഞ്ഞത്. കൊച്ചു പറഞ്ഞപ്പോൾ പിതാവെ ഭാവിയെ അങ്ങ് എന്നോട് ക്ഷമിക്കണേ. ഞാൻ ഞെട്ടിയില്ല, കാരണം എന്നെ കുറിച്ച് മനസ്സിലായല്ലോ എന്ന് മനസ്സിലാക്കി. ഏതായിരുന്നാലും ഞാൻ അയാളുടെ കാര്യങ്ങൾ ചോദിച്ചെല്ലാം അറിഞ്ഞു വന്നതിന് ശേഷം അൺഫെയ്ത്ത്ഫുൾനെസ് ടു ദ പ്രീസ്റ്റ്ലി ലൈഫ് ആയിരുന്നു അയാളുടെ പാപം. അതിന് കാരണം എന്താ? ഹിസ് ഫെയ്ത്ത് വാസ് ഷാലോ. അടിമർച്ച വിശ്വാസം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വിശ്വസിച്ചില്ലാണ്ടായി. വിശ്വാസം ഇല്ലാത്തവർക്ക് വിശ്വസിച്ച് പറ്റില്ല, വിശ്വസത ഉണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, വിശ്വസ്തത. കർത്താവ് ഹെസെക്കിയാ ദൈവമാർഗ്ഗത്തിൽ വിശ്വസിച്ചു.
അവൻ കർത്താവിനോട് വിശ്വസ്തത പുലർത്തി, അവൻ കർത്താവിനോട് ഒട്ടി നിന്നു. അതിനെക്കുറിച്ച് 2-3 വചനങ്ങൾ പെട്ടെന്ന് നിങ്ങളോട് പറയണമെന്ന് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മ തോന്നിപ്പിക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ആരാധന സമയത്ത് അതുകൊണ്ട് പോകുന്നില്ല. ഒട്ടു നിൽക്കുക എന്ന് പറയുന്നത് ക്ലങ് ടു ദ ലോർഡ്, ഹെൽഡ് ഫാസ്റ്റ് ടു ദ ലോർഡ് എന്നൊക്കെ, ഹോൾഡ് ഫാസ്റ്റ് ടു ദ ലോർഡ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം വിശ്വാസം ഉണ്ടെങ്കിൽ, വിശുദ്ധി ഉണ്ടാകണമെങ്കിൽ, ദൈവത്തോട് സ്നേഹം ഉണ്ടാകണമെങ്കിൽ, ദൈവസ്നേഹം സ്വീകരിക്കാൻ പറ്റണമെങ്കിൽ, ആ സ്നേഹം പങ്കുവെക്കുന്ന പരിസരം ഉണ്ടാകണമെങ്കിൽ കർത്താവിനോട് ഒട്ടു നിൽക്കണം. ഓൾവേസ് ബി ലിങ്ക്ഡ് വിത്ത് ഗോഡ്, ബി അസോസിയേറ്റഡ് വിത്ത് ഗോഡ്, ബി കണക്റ്റഡ് വിത്ത് ഗോഡ്. എപ്പോഴും നിങ്ങളൊരു ദൈവചിന്ത, ദൈവമേ എന്ത് കാര്യം കണ്ടാലും അറിഞ്ഞാലും കേട്ടാലും ഒരു നിമിഷം നിങ്ങൾ യേശുവെന്നൊന്ന് വിളിക്കാമോ? യേശുവേ, നിങ്ങളുടെ മനസ്സിൽ വിളിച്ചാൽ അത് പരസ്യമായിട്ട് വിളിക്കണമെന്നില്ല. യേശുവേ, യേശുവേ. ഒരു ഗൾഫ് രാഷ്ട്രത്തിൽ ജോലി ചെയ്തിരുന്ന ഈ നാട്ടിൽ തദ്ദേശീയായ ഒരാളുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയോട് ഒരാൾ മോശമായ രീതിയിലുള്ള കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടു, ലളിതമായ കാര്യം. അപ്പോൾ ഉടനെ ഈ വ്യക്തി എന്നോട് പറയുകയാണ്, അച്ഛൻ പറഞ്ഞ അനുസരിച്ച് ഞാൻ മനസ്സുകൊണ്ട് യേശുവേ യേശുവേ യേശു എന്ന് ആവർത്തിച്ച് പറഞ്ഞു. പലതവണ എൻ്റെ അടുത്ത് ഈ വ്യക്തി എന്നോട് ആവശ്യപ്പെട്ടെങ്കിലും പിന്നെ ഇയാൾ എന്നെ കണ്ടിട്ട് ഓടാൻ തുടങ്ങി. ആ സ്ഥലത്ത് എൻ്റെ അടുത്ത് വരുന്നില്ല. റോമ 10:13 വചനമാണ്, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. അപ്പസ്തോല പ്രവർത്തനം 2:21 വചനമുണ്ട്, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. അതെവിടെ കിട്ടിയ വചനം? ജോയൽ 2:32, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. പക്ഷെ എങ്ങനെ വിളിച്ചപേക്ഷിക്കണം? 2 തിമോത്തി 2:19, കർത്താവ് ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു. അത് മാംസം കിട്ടി. അതിലിങ്ങനെ മുദ്രിതമായിട്ട് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ കർത്താവ് അറിയുന്നു. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും പാപത്തിൽ ഒഴിഞ്ഞു നിൽക്കട്ടെ. അപ്പോ കർത്താവിനോടുള്ള കർത്താവിനുള്ള വിശ്വാസം, അത് വിശ്വസ്തതയിലേക്ക് വരണം. എങ്കിലാണ് നമുക്ക് കർത്താവ് ഒട്ടി നിൽക്കാൻ പറ്റുക. അടുത്തത്, അവൻ കർത്താവിനെ അനുഗമിച്ചു. ഈ അനുഗമിക്കൽ നടക്കണമെങ്കിൽ, നമ്മൾ ക്രിസ്ത്യാനിയാണ്, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാകണമെങ്കിൽ, 4-മത്തത്, മോശ വഴി കർത്താവ് നൽകിയ കൽപ്പനകളെല്ലാം പാലിച്ചു. ഇത് നമ്മെ സ്വന്തം തിരുസഭ നൽകുന്ന കൽപ്പനയെല്ലാം പാലിക്കണം. എഴുതച്ചു. നമുക്ക് ആരാധനയിൽ പ്രവേശിക്കാം. അച്ഛനോട് കുർബാന കൊണ്ട് ഞാൻ പറയാമോ? എല്ലാവരും എഴുതച്ചോന്നേ. ഒട്ടുകുത്താൻ പറ്റില്ല, എല്ലാത്തിനും കസേരയിൽ.
ആത്മനെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരത്തിൽ പാടുക എല്ലാവരും ചേർന്ന്. ഹല്ലേലൂയ, യേശുവേ, ഒരു വലിയ അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ, അങ്ങയുടെ നാമത്തിൽ ഇവിടെ കാണുന്നത് ഹല്ലേലൂയ, അല്പം കൂടെ സ്വരത്തെ പഠിക്കൂ. ഹല്ലേലൂയ, സ്വയം ഒരു അല്പം ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. കൈ കൂപ്പി തല കുനിച്ച് നിന്ന് ഈശോ നിങ്ങളുടെ ശിരസിൽ അവിടുത്തെ കരം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് തല കുനിക്കുന്നു. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗൃഹത്തിലൊരായിരം നാൾ വാഴവിക്കാളെത്ര മോഹനം. കരങ്ങൾ ഉയർത്തി. അന്യഗൃഹത്തിലൊരായിരം നാൾ വാഴവിക്കാളെത്ര മോഹനം. ആരാധന, ആരാധന, ആയിരം ആരാധന. ആത്മാവിൽ ആരാധന. ആരാധന, ആരാധന, ആത്മാവിൽ ആരാധന. ദൈവമേ ആരാധന. ആരാധന, ആരാധന, ദൈവമേ ആരാധന. ആത്മനെ ആരാധന. ആരാധന, ആരാധന, ആത്മനെ ആരാധന. യേശുവേ ആരാധന. ആരാധന, ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
പാവനാത്മാവേ ആരാധന, ആത്മാവിൻ കോവിലിൽ ആരാധന. ത്രിയേകനാഥ ആരാധന, കോടാനുകോടി ആരാധന. കൈവച്ചോട് ചേർത്ത് വെച്ച് അനുകരിച്ച് ഞങ്ങളെ പൂർണ്ണമായി നൽകും ഇതാ, ആശീർവദിക്കണേ യേശുവേ. കുടുംബങ്ങളെ അങ്ങേക്കേകും ഇതാ, ആശീർവദിക്കണേ മിശിഹായേ. തിരുസഭയെ അങ്ങേക്കേകും ഇതാ, അഭിഷേകം കൊണ്ടു നിറയ്ക്കണമേ. രോഗികളെ അങ്ങേക്കേകും ഇതാ, സൗഖ്യം നൽകണേ യേശുവേ. ബന്ധിതരെ അങ്ങേക്കേകും ഇതാ, വിടുതൽ നൽകണേ യേശുവേ. ഈ സമൂഹത്തെ നൽകും ഇതാ, ആശീർവദിക്കണേ യേശുവേ. ഞങ്ങളുടെ ഭാവിയെ നൽകും ഇതാ, കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പാപം വെടിഞ്ഞുള്ള ജീവിതം ഞങ്ങൾക്കു നൽകണേ യേശുവേ. വിശ്വാസ ജീവിത പൊൻവെളിച്ചം ഞങ്ങളിൽ നിറയ്ക്കണേ യേശുവേ. വിശുദ്ധമായൊരു ജീവിതം ഞങ്ങൾക്കു നൽകണേ യേശുവേ.
ഹല്ലേലൂയ. മുട്ടുകുത്തുന്നു. വലതുകരം ഈശോയുടെ നേരെ നീട്ടി നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ബഹുമാനപ്പെട്ട് വികാരിച്ച് നിങ്ങളുടെ മേൽ ഹന്നാൻപിള്ള തളിക്കുന്നു. വലതുകരം ഈശോയുടെ നേരെ നീട്ടുന്നു. മുട്ടുകുത്താൻ പറ്റാത്തവർ കസേരയിൽ ഇരിക്കാം. നിങ്ങൾ ഞാൻ ചൊല്ലിത്തന്ന പ്രാർത്ഥന ഏറ്റുകൊള്ളുമ്പോൾ ബഹുമാനപ്പെട്ട വികാരിച്ച് നിങ്ങളുടെ മേൽ ഹന്നാൻപിള്ള തളിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആബാ പിതാവേ, ഈശോയുടെ തിരുനാമത്തിൽ പരിശുദ്ധാത്മ നിറവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഉയർന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിനെയും അവന്റെ ആഡംബരങ്ങളെയും അവന്റെ സകല സമ്മാനങ്ങളെയും അവൻ തരുന്ന സുഖങ്ങളെയും അവന്റെ പ്രബോധനങ്ങളെയും അവന്റെ സംവിധാനങ്ങളെയും അവന്റെ സമ്മാനങ്ങളെയും എന്നേക്കുമായും പരിപൂർണമായും അങ്ങയുടെ നാമത്തിൽ ഉപേക്ഷിച്ച് യേശുവേ അങ്ങ് തരുന്ന എല്ലാ സ്വർഗീയ സമ്മാനങ്ങളും സ്വീകരിച്ചുകൊണ്ട് ആ വിശ്വാസ ജീവിതത്തിന് വിശ്വസ്തയുടെ ജീവിതത്തിന് വിശുദ്ധ ജീവിതത്തിന് അനിവാര്യമായ സ്വർഗീയ സമ്മാനങ്ങൾക്കായി ഞങ്ങൾ ദാഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, യാചിക്കുന്നു. അനുഗ്രഹിക്കണമേ യേശുവേ, യേശുവേ, അനുഗ്രഹിക്കണമേ യേശുവേ. വഴിയട്ടെ, അണിയട്ടെ. ഹല്ലേലൂയ, സ്തുതിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമർപ്പകത്തോറിയ മരിയാമാല പാദലോറിയ ആമർക്കട്ട മലർക്കത്തോറിയ മരിയ യേശുവേ സിഗമക്കദലിയ മരിയാമാല പാദലോറിയ. സന്തോഷം അഭിഷേകം നിറഞ്ഞ ജീവിതം ഈ സമൂഹത്തിൽ എല്ലാവരും പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാ പൈശാചിക ശക്തികളെയും ആട്ടിപ്പായിച്ച് കർത്താവിന്റെ സഭയോട് ബന്ധിക്കുന്നു, നിർവീര്യമാക്കുന്നു. കർത്താവേ, ഈ ഇടവകയിൽ അതിന്റെ ഇടവകയിൽ ധ്യാനത്തിൽ വരാത്തവരെ അനുഗ്രഹിക്കണമേ. എല്ലാ വൈദികരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഉപരാധ്യക്ഷനെ അനുഗ്രഹിക്കണമേ. ഇവിടെയുള്ള കൺട്രിയിലെ എല്ലാ ഇടവകളെയും കൂട്ടായ്മകളെ അനുഗ്രഹിക്കണമേ. എല്ലായിടങ്ങളിലും മനുഷ്യൻ നിറയട്ടെ. പാപകഥ്യശാപനാകട്ടെ, പാപബന്ധനം അഴിയട്ടെ, സാത്താന്റെ കോട്ടകൾ തകരട്ടെ, അത്ഭുതകരമായ കൃപയൊഴുകട്ടെ. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കുന്നു. നിങ്ങളുടെ എല്ലാ രോഗങ്ങളും, ആത്മാവിന്റെ ശരീരത്തിലെ മനസ്സിന്റെ രോഗങ്ങൾ, കുടുംബത്തിന്റെ തകർച്ചകൾ എല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ ഓരോ വചനം പറയുമ്പോൾ നിങ്ങൾ കൈകൂപ്പി നിൽക്കും. അത് കഴിയുമ്പോൾ 2 കരങ്ങൾ ഉയർത്തി 3 ഹല്ലേലൂയ സ്വരമുയർത്തി പറയും. ആ 3 ഹല്ലേലൂയ ഒന്ന് സ്വരമുയർത്തി കരമുയർത്തി പറഞ്ഞേ. ജ്ഞാനം 16:12. മരുന്നോ ലേപനൌഷധമല്ല, എല്ലാവരും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണല്ലോ അവരെ സുഖപ്പെടുത്തിയത്. വചനം പറയുമ്പോൾ കൈകൂപ്പി നിൽക്കുന്നു. സങ്കീർത്തനം 107:19-20. കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു, അവിടുന്ന് വചനമയച്ച് അവരെ സുഖപ്പെടുത്തി എല്ലാ വിനാശങ്ങളും വിടുവിക്കുകയും ചെയ്തു. മത്തായി 4:23-24 ഈശോ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു, രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു, എല്ലാ രോഗികളെ സുഖപ്പെടുത്തി ഗലീല മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. ജനങ്ങൾ യേശുവിന്റെ പക്കലേക്ക് വിവിധ രോഗങ്ങളാലും അവശതകളാലും അലഞ്ഞവരെയും അപസ്മാര രോഗികൾ, തളർവാദ രോഗികൾ, പിശാചബാധിതർ കൊണ്ടുവന്നു. ഈശോ അവരെ എല്ലാം സുഖപ്പെടുത്തി. മത്തായി 15:30. യേശു അവിടെ ഇരുന്ന ജനങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങി. ജനങ്ങൾ ഊമർ, ബധിരർ, അന്ധർ, വികലാംഗർ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവിടുത്തെ പാദത്തിൽ കിടത്തി അവൻ അവരെ എല്ലാം സുഖപ്പെടുത്തി. മത്തായി 8:16-17. സായാഹ്നമായപ്പോൾ ജനങ്ങൾ അനേകം പിശാച് ബാധിതർ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് ഈശോ വചനം അയച്ച് പിശാചുകളെ ബഹിഷ്കരിക്കുകയും എല്ലാ രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഇത് യേശയ്യ അരുളിച്ചത് പൂർത്തിയാകാനാണ്. നമ്മുടെ രോഗങ്ങളാണ് അവൻ വഹിച്ചത്, പാപങ്ങളാണ് അവൻ ഏറ്റെടുത്തത്.
51:5-6 നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ ദുഷ്കൃത്യങ്ങളാൽ ശതമേൽപ്പിക്കപ്പെട്ടു, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ മുറിവുകളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 1 പത്രോസ് 2:24 ഈശോ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വെച്ച് കുരിശിലേറി, അത് നാം പാപത്തിൽ മരിച്ച് നീതിക്ക് വേണ്ടി ജീവിക്കേണ്ടതിനാണ്, അവന്റെ മുറിവുകളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 30:17 ഞാൻ അവർക്ക് വീണ്ടും ആരോഗ്യം നൽകി, ഞാൻ അവരുടെ മുറിവുകൾ വച്ചുകെട്ടും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 17:14 കർത്താവേ എന്നെ സുഖപ്പെടുത്തണേ, അപ്പോൾ ഞാൻ സുഖമാക്കപ്പെടും, എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 15:26 നിങ്ങൾ എന്റെ സ്വരം ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കുകയും എന്റെ നിയമങ്ങൾ, ചട്ടങ്ങൾ, കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കുകയും ചെയ്താൽ ഈജിപ്തിന്റെ മേൽ വരുത്തിയ മഹാമാരികൾ ഒന്നും നിങ്ങളുടെ മേൽ വരുത്തുകയില്ല. ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവായ ദൈവമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പുറപ്പാട് 21, 25, 26 നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും അവിടുന്ന് ആശീർവദിക്കും, നിങ്ങളിൽ എല്ലാ രോഗങ്ങളും നിർമ്മാർജ്ജനം ചെയ്യും, വന്ധ്യതയോ ഗർഭഛിദ്രമോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുകയില്ല, അവിടുന്ന് നിങ്ങൾക്ക് ദീർഘായുസ്സ് നൽകും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 103:3 അവിടെ നമ്മുടെ പാപം ക്ഷമിക്കുന്നു, രോഗങ്ങൾ സുഖമാക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സങ്കീർത്തനം 6:2 കർത്താവേ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്നെ സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 30:2 ഞാൻ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ച് അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 147:3 ഹൃദയം തകർന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്, അവരുടെ മുറിവുകൾ അവിടുന്ന് വെച്ചുകെട്ടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മലാക്കി 4:2 തന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സുരൂപിക്കും, അവന്റെ ചെറുകളുടെ സൗഖ്യമുണ്ട്, തൊഴുത്തിൽ വരെ കാളക്കുട്ടി എന്ന പോലെ അവർ തുള്ളിച്ചാടും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 58:11 കർത്താവ് തന്നെ നിരന്തരം നയിക്കും, മരുഭൂമി നിനക്ക് സമൃദ്ധി ലഭിക്കും, നിന്റെ അസ്ഥികളെ അവിടുന്ന് ബലപ്പെടുത്തും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 15:13 സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളെല്ലാം പെഴുതെറിയപ്പെടും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 15:3 ഞാൻ നിങ്ങളോട് അരുളിച്ചെയ്ത വചന നിമിത്തം നിങ്ങൾ ഇപ്പോഴും ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 6:63 ഞാൻ നിങ്ങളോട് അരുളിച്ചെയ്ത വചനം ആത്മാവ് ജീവനുമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 6:2 സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസം ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു, ഇതാ സ്വീകാര്യമായ സമയം, ഇതാ രക്ഷയുടെ ദിവസം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മുട്ടുകുത്തി സമാപന ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുക. രണ്ട് കരങ്ങൾ ഉയർത്തി ഇതാ ബഹുമാനപ്പെട്ട വികാരിച്ചൻ ദീപികാരൻ ആശീർവാദം നൽകുമ്പോൾ സ്വീകരിക്കുക. കർത്താവെ, ഇവരുടെ തിരിച്ചുള്ള യാത്രയ്ക്ക് വേണ്ട എല്ലാ ദൈവാനുഗ്രഹത്തിനായിട്ട് യാചിക്കുന്നു. എല്ലാവർക്കും സുരക്ഷിതത്വം നൽകണമേ. അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ദുർമരണങ്ങൾ ഒന്നും സംഭവിക്കാത്ത വിധം ജോബ് 1:10 സ്വർഗീയ പേര് കിട്ടി. സക്കരെ 2:5 വചനത്താൽ അഗ്നി കൊണ്ട് കോട്ട കെട്ടി. യേശയ്യാ 26:1 രക്ഷയുടെ കോട്ടകൾ ഉയർത്തി ഇവരെ കാത്തുകൊള്ളണമേ. സക്കറിയ 9 ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാത്ത കുറിച്ചും എൻ്റെ ഭവനത്തിൽ വെച്ച് ഞാൻ പാളയം പഠിച്ച കാവലേർപ്പെടുത്തും. മർദ്ദകൻ അവരെ തൊടുകയിൽ എൻ്റെ ദൃഷ്ടി അവരുടെ ഉണ്ടായിരുന്നത് വചനപ്രകാരം സംരക്ഷണത്തിൽ ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ജോലി, സമ്പത്ത്, ഭാര്യാഭർത്തൃ ബന്ധം, മക്കള്, അവരുടെ പഠനം, ഭാവി ജീവിതം, ഇവരുടെ വിദൂരത്ത് വിദേശത്ത് കേരളത്തിലുള്ള പ്രിയപ്പെട്ടവരുടെ കാര്യങ്ങൾ, ഇവരുടെ നിയോഗങ്ങൾ എല്ലാത്തിനെയും ആശീർവദിക്കുന്ന അനുഗ്രഹിക്കുന്ന ഒരു ആശീർവാദം നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ഹല്ലേലൂയ ഹല്ലേലൂയ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും വിട്ടുകൊടുക്കണം. നാളത്തെ തിരുനാൾ ആഘോഷങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട മേരിസ് നിങ്ങളെ അറിയിക്കും. നിങ്ങളൊന്ന് കസേരയിലിരിക്കാമോ? എൻ്റെ കൂടെ ഒരു ബ്രദർ ഇവിടെയുണ്ട്, ബ്രദർ ലാലു. അദ്ദേഹം ഇവിടെ ഉണ്ടാകും. അങ്ങേയറ്റത്തെ അത്യാവശ്യത്തിന് കൗൺസിലിംഗ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ അവരൊന്ന് കരമുയർത്തുകയാണെങ്കിൽ നിങ്ങളെപ്പോൾ കൗൺസിലിങ്ങിൽ വരണം. ആ ബ്രദറിനെ കാണാൻ പറ്റുമെന്ന് ഞാൻ അറിയിക്കാം. നിങ്ങളൊന്ന് അത്യാവശ്യം ഉണ്ടെങ്കിൽ കരമുയർത്തുക. കൗൺസിലിംഗ് വേണ്ടവരുണ്ടെങ്കിൽ കരമുയർത്തുക. നിങ്ങൾ ഓഫീസിൽ ചെന്ന് ഇന്ന് പോകുന്നതിന് മുമ്പ് തന്നെ പേര് കൊടുത്തിട്ട് പോകുക. അപ്പോൾ കരമുയർത്താത്തവരായിരിക്കും പേര് കൊടുക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയാം. മലയാളികളുടെ സ്ഥിരം പരിപാടിയാണ്. കരമുയർത്തിയവർ പേര് കൊടുക്കുകയില്ല, വരില്ല. കരമുയർത്താത്തവരെല്ലാവരും വരികയും ചെയ്യും. ഇത് രണ്ടുപേരെ കൈ പൊക്കിയിട്ടുള്ളൂ. ഒരു ചാൻസ് കൂടെ തന്നു നോക്കാം. കൗൺസിലിംഗ് അത്യാവശ്യമുള്ളവർ ഒന്ന് കരമുയർത്തുകയും ചില താഴോട്ടാണ് കൈ പൊക്കുന്നത്. അവർ മുകളിലേക്ക് കൈ പൊക്കുകയും വേണ്ടവർ അയ്യേ ഞാൻ കൗൺസിലിംഗ് പോയെന്ന് എല്ലാവരും അല്ല നാണക്കേടാണ് എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ അർത്ഥമില്ലേ സാറില്ല. കൗൺസിലിംഗ് അത്യാവശ്യമുള്ളവർ ഓഫീസിൽ പോയി അറിയിക്കുക. അപ്പോൾ ലാലപുരത്ത് നാളെ കാപ്പിയോട് കഴിയുമ്പോൾ മുതൽ അവൈലബിൾ ആയിരിക്കും. ധ്യാനത്തിൻ്റെ സമയം വരെ മാത്രം. നാളെ തിരുനാളാഘോഷമായതുകൊണ്ട് നാളെ കൗൺസിലിങ്ങിന് ഒരു 11 മണി വരെയുള്ള സമയത്തെ കൗൺസിലിംഗ് ഉണ്ടാവുള്ളൂ. ഒരു 2 പേര് അല്ലെങ്കിൽ 3 പേര് ചെന്നാൽ മതിയാകും. അത് കഴിഞ്ഞ് അടുത്ത മറ്റന്നാളായിരിക്കും ബാക്കിയുള്ളവർക്ക് അവസരം. അപ്പോൾ ബാക്കിയുള്ള പേരുകൾ വികാരിച്ച് നിർവഹിക്കും. നിങ്ങളെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നാളെ നമ്മുടെ തിരുനാൾ കുർബാന കുർബാന കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ രാവിലെ മുതൽ 5 എഴുന്നേൽക്കുവാനുള്ള അവസരം ഉണ്ടായിരിക്കും. പള്ളികളിൽ എല്ലാവരും തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ആഘോഷമായ തിരുനാൾ ദിവ്യബലി, അതിനുശേഷം ലതീന് വെഞ്ചരിപ്പ്, അതിനുശേഷം സ്നേഹവിരുന്നും ഉണ്ടായിരിക്കും. നാളെ ധ്യാനം ഉണ്ടായിരിക്കുന്നതല്ല. ധ്യാനത്തിന്റെ 2ാം ദിവസം തിങ്കളാഴ്ചയായിരിക്കും. തിങ്കൾ ചൊവ്വ 2 ദിവസങ്ങളിലൂടെ ധ്യാനം ഉണ്ടായിരിക്കും. എല്ലാവരും 6:30 തന്നെ കൃത്യസമയത്ത് എത്തണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കും. നാളെ നിങ്ങളെല്ലാവരെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിലേക്ക് സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ൊടിയുള്ളോരമ്മേ ആധാരത്തിൽ
അണിഞ്ഞിരിക്കുന്നു സൂര്യകാലം തേജസ്വിനി സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു സൂര്യകാലം തേജസ്വിനി യേശുവിൻ അമ്മേ മാതാവേ ആത്മസുഖക്ക് ആനന്ദമേ ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ